Hello, good afternoon. Good afternoon. Good afternoon, ma'am. Yes. Okay. Start ചെയ്താലോ? റെഡിയാണോ എല്ലാവരും? അതേ 4 പേരെ കണ്ടുള്ളൂ. റെഡിയാണോ? എല്ലാവരും. Are you ready? Yes, ma'am. Yes. Grishma, Divya, Muhammad, Bilal, Ashwadi. Good afternoon once again. കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് എല്ലാവരും. ആകെ 5 പേരില്ലല്ലോ, ഇല്ല 4 പേരുണ്ട് ക്ലാസ്സിൽ. ഗ്രീഷ്മ, ദിവ്യ, മുഹമ്മദ് ആൻഡ് അശ്വതി. യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടെയാണ് നമ്മൾ നിർത്തിയത് കഴിഞ്ഞ ദിവസം? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ഗ്രീഷ്മ? Miss, indiscipline and misconduct in the causes ആയിരുന്നു പറഞ്ഞോണ്ടിരുന്നു. Causes of indiscipline or misconduct കഴിഞ്ഞില്ലേ? പറഞ്ഞു കഴിഞ്ഞതല്ലേ? അത് കംപ്ലീറ്റ്. യെസ്, വെരി ഗുഡ്. അത് തന്നെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അത് എന്താണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഇൻഡിസിപ്ലിൻ ഉള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള മിസ്കണ്ടക്റ്റുകൾ എന്തുകൊണ്ട് എംപ്ലോയീസ് ഉണ്ടാക്കുന്നു, എന്താണ് അവർ മിസ്ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകുന്നത്, അതായത് ഡിസിപ്ലിൻഡ് ആകാത്തൊരവസ്ഥയിലേക്ക് എന്തുകൊണ്ട് എംപ്ലോയീസ് പോകുന്നു. അതിന് പല കാരണങ്ങളും ഉണ്ട്. ആ ചില കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റിഫ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസ് ഓഫ് ദ മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ കൊണ്ടുവരുന്ന ചില റിജിഡ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില പോളിസീസ്, ചില കാര്യങ്ങൾ അത് ചിലപ്പോ എംപ്ലോയീസിന് ദഹിക്കില്ല. അന്നേരം അവർ എന്താകും? ഇൻഡിസിപ്ലിൻഡ് ആകും, അതായത് പാലിക്കാതിരിക്കും. കാരണം അതായത് ചില ട്രഡീഷണൽ പ്രാക്ടീസസ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പഴയതൊക്കെ കൊണ്ടുവരുമ്പോൾ അതൊന്നും ചിലപ്പോൾ ചില എംപ്ലോയീസിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പിന്നെ അൺഫെയർ ട്രീറ്റ്മെന്റ്, എല്ലാവരും ഒരേപോലെ കാര്യങ്ങൾ ചെയ്താലും ചില ആളുകളോട് ചില പ്രത്യേക പരിഗണന, അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അൺജസ്റ്റ് ആയിട്ട്, അതായത് ന്യായമല്ലാത്ത രീതിയിൽ എന്താ പറയാ, കൊടുക്കുന്ന ജോലി, അസൈൻ ചെയ്യുന്ന ജോലികൾ അത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ നോക്കാതെയൊക്കെ കൊടുക്കുക. കണ്ടോ, ഒരുതരം അൺഫെയർ ട്രീറ്റ്മെന്റ്. ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കോണ്ടാക്റ്റും എന്താ പറയാ ഇൻഡിസിപ്ലിന് കാരണമാണ്. അതായത് ഒരു നല്ല രീതിയിലുള്ള ഒരു കോഡ് ഓഫ് കോണ്ടാക്ട്, എന്തൊക്കെയാണ് എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ ഏത് രീതിയിൽ പ്രവർത്തിക്കണം, എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാതിരിക്കുമ്പോൾ. അപ്പൊ ചില എംപ്ലോയീസിന് അവർക്ക് എന്താ പറയാ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ഇന്നത് ചെയ്യാൻ പാടുണ്ടോ പാടില്ലേ എന്നുള്ളത് അവർക്ക് അറിയില്ല. ആ അറിവില്ലായ്മ കൊണ്ടും ചിലപ്പോൾ അവര് മിസ്ബിഹേവ് ചെയ്തേക്കാം. അതും ഒരു ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കോണ്ടാക്റ്റും ഒരു ഇൻഡിസിപ്ലിന് കാരണമാകാം. പിന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ, ശരിയായ രീതിയിലുള്ള ഗ്രീവൻസുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിലുണ്ടാകുന്ന വീഴ്ച, തീർച്ചയായിട്ടും അതും ഇൻഡിസിപ്ലിനിലേക്ക് കാരണമാകും. HR പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളത് നിലനിർത്തണം. നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള HR പോളിസീസ്, ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ഇഫക്റ്റീവ് ആകുന്ന രീതിയിൽ നല്ല നല്ല പോളിസീസ് കൊണ്ടുവരാം. നല്ല നല്ല പോളിസീസ് ആണെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എംപ്ലോയീസ് വിൽ ഫോളോ ഇറ്റ്, അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. അങ്ങനെ ഇൻഡിസിപ്ലിന്റെ ആ ഒരു ഇതൊക്കെ കുറയും ബിസിനസ് ഓർഗനൈസേഷനിൽ. പിന്നെ ചില എംപ്ലോയീസ് ഉണ്ട് ഓൾവേസ് പെസിമിസ്റ്റിക് പെർസെപ്ഷൻ ആണ്. പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എന്താ പറയാ ഒരു ശുഭാപ്തി വിശ്വാസത്തെ തകർക്കുന്ന, അതായത് എല്ലാം ഇങ്ങനെ നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാര്, അങ്ങനെയുള്ള ആളുകളുണ്ട് ഓർഗനൈസേഷനിൽ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇല്ലേ മാനേജ്മെന്റ് ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ വേരിയസ് അവരുടെ പെർഫോമൻസ് കുറയുക, എംപ്ലോയീസിന്റെ പെർഫോമൻസ് കുറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ, പുതിയതായിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വളരെ നല്ല രീതിക്ക് എടുക്കൂല, പോസിറ്റീവായിട്ട് എടുക്കൂല, നെഗറ്റീവായി കാണുക. അങ്ങനെ വരുമ്പോ എംപ്ലോയീസ് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും കൊണ്ടുവരാം.
ചില കാര്യങ്ങൾ പറയുമ്പോൾ ഓർഗനൈസേഷന്റെ വികസനത്തിന് വേണ്ടി പലതും കൊണ്ടുവരുമ്പോ എന്താണ് നമ്മളുടെ എംപ്ലോയീസിനോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവര് പറയും, ഒരു ഗ്രൂപ്പ് ചിലപ്പോൾ പറയാണ് അയ്യോ അതൊന്നും ആവശ്യമില്ലല്ലോ, അത് വേണ്ട, അത് ആവശ്യമില്ലാത്ത ഒരു രീതിയാണ്, വെറുതെ എന്തിനാ അത് ഇത് ചെലവ് എന്നൊക്കെ പറഞ്ഞ് അവരതിനെ എന്ത് ചെയ്യും, നിരുത്സാഹപ്പെടുത്തുക, അവർ നെഗറ്റീവ് മൈൻഡ് പ്രകടിപ്പിക്കുക. സോ അങ്ങനെ വരുമ്പോൾ മാനേജ്മെന്റ് ഒക്കെ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, അവർ അവരുടെ കാര്യങ്ങളുമായിട്ട് ദേ വിൽ ഗോ ഫോർവേഡ്, അവർ മുന്നോട്ട് പോകും. പക്ഷെ അത് ഇവർക്ക് ആക്സെപ്റ്റബിൾ ആകില്ല. അതൊരു ഇൻഡിസിപ്ലിൻ കാരണമല്ല, ഓർഗനൈസേഷന്റെ കൾച്ചർ. അതുപോലെ തന്നെ എന്താ പറയാ, മറ്റൊരു കാര്യമാണ് എംപ്ലോയി ഡിസിപ്ലിൻ ആകാനുള്ള കാര്യങ്ങൾ. അതായത് മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ഓർഗനൈസേഷന്റെ ഒരു നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, എംപ്ലോയി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അവരുടെ കൾച്ചറിനെ യോജിക്കുന്ന രീതിയിൽ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ് പരസ്പരം, അതുപോലെ മാനേജ്മെന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഇംപ്രൂവ്ഡ് ആക്കണം ഒരു ഓർഗനൈസേഷനിൽ. അപ്പോഴാണ് ഒരു നല്ലൊരു കൾച്ചർ എമംഗ് ദ എംപ്ലോയീസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അടുത്തൊരു പുതിയ ടോപ്പിക് മിസ് കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ് കണ്ടക്ട് കാണുമ്പോൾ അപ്ലൈ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ. റെഡ് ഹോട്ട് സ്റ്റൗ റൂളാണ്. എന്താണ് നമുക്കറിയാം, ഫോർ ദ എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് എൻ ഓർഗനൈസേഷൻ the business or the organization have to get continuous support from their employees. ഓരോ ബിസിനസ് ഓർഗനൈസേഷനും കൃത്യമായിട്ട് അതിന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കിങ്ങിന് തീർച്ചയായിട്ടും അവിടുത്തെ എംപ്ലോയീസിന്റെ കണ്ടിന്യൂസ് സപ്പോർട്ട് ആവശ്യമുണ്ട്, അല്ലെ? സബോർഡിനേറ്റ്സിന്റെ മാനേജ്മെന്റ് മാത്രം നന്നായാൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് മാത്രം കാര്യങ്ങൾ തീരുമാനമെടുത്ത് അവരുടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഡെവലപ്ഡ് ആകില്ല. They need continuous support of their subordinates or the workforce. ജോലിക്കാരുടെ കണ്ടിന്യൂസ് സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ എംപ്ലോയീസിന്റെ ഒരു ടീം തന്നെ ഓർഗനൈസേഷനിൽ വേണം, എന്നാലാണ് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ ഡെവലപ്ഡ് ആകുള്ളൂ. സോ ഇനി അങ്ങനെ വരുമ്പോ ഇഫ് എനി എംപ്ലോയി ഓർ എംപ്ലോയീസ് മേക്ക് എനി എന്താ പറയാ മിസ്കണ്ടക്ട് ഓർ ദേ വയലേറ്റ് എനി ഡിസിപ്ലിനറി ആക്ഷൻ, അതായത് ഇപ്പൊ ഏതെങ്കിലും തരത്തില് മിസ്കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റൂൾസ് ലോസ് ഒക്കെ വയലേറ്റ് ചെയ്യുക, അങ്ങനെ വരുമ്പോ ദ മാനേജ്മെന്റ് ഓർ ദ ഓർഗനൈസേഷൻ ഹാസ് ദ പവർ ടു ടേക്ക് ദ ഡിസിപ്ലിനറി ആക്ഷൻ അഗേൻസ്റ്റ് ദാറ്റ് എംപ്ലോയീസ്. അത്തരം ബിസിനസ്സിൽ ഉള്ള അത്തരം എംപ്ലോയീസിന്റെ നേർക്ക് എന്ത് ചെയ്യണം? ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം, അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്ന് മനസ്സിലായി. ആ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു നിയമം, അതിന് വേണ്ടിയിട്ട് അനുശാസിക്കാവുന്ന ഒരു നിയമമാണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചാൽ എംപ്ലോയീസിന്റെ മനസ്സിലത് എന്തായി കിടക്കോട്? ഒരു മുറിവായിട്ട്, അല്ലെ? ഉണങ്ങാത്തൊരു വ്രണമായി അവിടെ കിടക്കും. ഒരു ബിറ്റർനെസ് ഫീലിംഗ്. നമുക്കിപ്പോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മാനേജ്മെന്റിന്റെന്നോ അവിടുത്തെ ഹയർ അതോറിറ്റിന്നോ നമുക്കൊരു ചീത്ത കേട്ടാൽ അത് എളുപ്പം മാറ്റാൻ പറ്റുമോ? നമുക്കത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള് മാറ്റാൻ പറ്റുമോ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വേണ്ടാത്ത കാര്യം ചെയ്തു, അത് അഗെയിൻസ്റ്റ് ലോ, ഓർഗനൈസേഷന്റെ ലോക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പറയുന്ന ഏതെങ്കിലും ഒരു ലോ ഞാൻ വയലേറ്റ് ചെയ്തു, നിയമം തെറ്റിച്ചു, ഒബിയസ്ലി മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് അതിനായിട്ടുള്ള ഒരു ശിക്ഷയോ അല്ലെങ്കിൽ നമുക്കെതിരെ എന്തെങ്കിലും ഒരു വാർണിംഗോ ഒരു എന്താ പറയാ വെർബൽ ആയിട്ടുള്ള എന്തെങ്കിലും വഴക്കോ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അത് കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സുഖമുള്ള കാര്യമല്ല. ആണോന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്. ഉറങ്ങാണോ എല്ലാവരും? എന്തെങ്കിലും പറയുമ്പോ ഒന്ന് മറുപടി പറയണേ. എഴുതി കാണിച്ചാൽ കുഴപ്പമില്ല. നമുക്ക് അത് എന്താ പറയാ നല്ലൊരു കാര്യമാണോ അങ്ങനെ കേൾക്കുന്നത്? കേൾക്കുന്നത് നല്ലതല്ല. വെരി ഗുഡ്. ഓക്കെ, 1-2 പേര് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ, അതിങ്ങനെ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കത് കേൾക്കാൻ ഇഷ്ടമില്ല. അതൊരു ബിറ്റർനെസ് ഫീലിംഗ്, ആ ഒരു എന്താ പറയാ കൈപ്പേറിയ അനുഭവം എന്നും നമ്മുടെ മനസ്സിൽ അത് അങ്ങനെ കിടക്കും. എത്ര നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും അത് ഇരട്ടി പവറോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഈ ഒന്നാലും എന്നെ അങ്ങനെ എനിക്ക് അങ്ങനെ കേട്ടല്ലോ, എനിക്ക് അങ്ങനെ കേൾക്കേണ്ടി വന്നല്ലോ, അല്ലെ? അത് ഡിസിപ്ലിൻ എപ്പോഴും കീപ്പ് ചെയ്യുന്ന എംപ്ലോയീസിന് അത് എന്താ പറയാ കേൾക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പക്ഷെ ഏത് നേരവും മിസ്കണ്ടക്ട് ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന എംപ്ലോയീസിന് അതൊന്നും ഒരു ഗൗരവമേറിയ കാര്യമല്ല. അവരതൊരു എന്താ പറയാ ഭയങ്കര കെയർലെസ് ആയിട്ട് അങ്ങനെ ഡീൽ ചെയ്യും. പക്ഷെ എങ്ങനെ വന്നാലും ഇഫ് എനി എംപ്ലോയി have undertaken any misconduct, അവർ എന്തെങ്കിലും രീതിയിൽ മിസ്കണ്ടക്ട് ചെയ്താൽ, ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ, മാനേജേഴ്സ് ക്യാൻ ടേക്ക് ദ ഡിസിപ്ലിനറി ആക്ഷൻ അഗേൻസ്റ്റ് ദാറ്റ് പർട്ടിക്കുലർ എംപ്ലോയി. അത്തരം എംപ്ലോയീസിന്റെ നേർക്ക് എന്ത് ചെയ്യാം? ശിക്ഷാ നടപടികൾ, അച്ചടക്ക നടപടികൾ എന്ത് ചെയ്യാം? സ്വീകരിക്കാം. ഇതിന് അവരെ ആ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു
ഹെൽപ്പ് കൊടുക്കുന്ന ഒരു റൂളാണ് മാനേജേഴ്സിന് വേണ്ടിയിട്ട് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറയുന്നത്. വിച്ച് വാസ് ഫോർമുലേറ്റഡ് ബൈ ഡഗ്ലസ് MC ഗ്രഗർ ആണ് അത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഒരു നിയമം പോലെ ഒരു റൂൾ പോലെ കൊണ്ടുവന്നത്. അത് നമുക്ക് ബിസിനസ് ഓർഗനൈസേഷൻസിനെ കുറിച്ചും ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരെ എംപ്ലോയീസ് വർക്ക് ഫോഴ്സിനെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ഒരു റൂളാണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂള് മാനേജേഴ്സിന് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇഫ് എനി എംപ്ലോയി മിസ്കണ്ടക്ട് ഇൻ ആൻ ഓർഗനൈസേഷനിൽ മിസ്കണ്ടക്ട് ചെയ്യുന്ന എംപ്ലോയീസിന്റെ നേരത്തെ നമുക്ക് ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാം. ആ നിയമം എന്താണ്? ആ ഒരു റിലേഷനെ കൂടെ തന്നെ റെഡ് ഹോട്ട് സ്റ്റൗവുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടാണ് പുള്ളി ആ നിയമം കൊണ്ടുവന്നേക്കണേ. എന്താണ് റെഡ് ഹോട്ട് സ്റ്റൗ എന്ന് പറഞ്ഞാൽ? സ്റ്റൗ എന്ന് പറഞ്ഞാൽ എന്താ? കത്തുന്ന ഒരു സാധനത്തെ എന്തിന് നമുക്ക് കത്തുന്ന എന്ത് സാധനമല്ല, നമ്മളിപ്പോ എന്താ പറയാ ഭക്ഷണം പാചകം ചെയ്യാൻ നമ്മൾ പല രീതിയിലുള്ള സ്റ്റൗസ് ഉപയോഗിക്കുന്നുണ്ട്. ഗ്യാസ് സ്റ്റൗ ഉണ്ട്, ഹീറ്ററിന്റെ സ്റ്റൗ ഉണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. ഈ സാധനം നമ്മൾ when it is on, അത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ, പവർ ഓൺ ചെയ്യുമ്പോൾ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ഗ്യാസ് അതിന്റെ ആയിക്കോട്ടെ, അത് ഓൺ ചെയ്യുമ്പോൾ അതിങ്ങനെ ചൂട് പിടിക്കും. ചൂട് പിടിച്ച് നമുക്കറിയാം ഗ്യാസ് സ്റ്റൗവിന്റെ ആ ഒരു ബേണർ ആണെങ്കിൽ അതിങ്ങനെ റെഡിഷ് കളറായി മാറും നന്നായിട്ട് ചൂട് പിടിക്കുമ്പോൾ. കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുള്ളവരാണോ ഇരിക്കുന്നവരൊക്കെ? അടുക്കളയിലൊക്കെ കയറാറുണ്ടാവുന്ന? യെസ്, കണ്ടിട്ടുണ്ട് നമ്മള്. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്താ? ആ റെഡ് ഹോട്ട് സ്റ്റൗമേ നമ്മൾ പോയി ഒന്ന് തൊടോ നമ്മള് ജീവൻ ഉണ്ടെങ്കിൽ തൊഴില്ല. കാരണം എന്താ? നമുക്കറിയാം അതിൽ തൊട്ടാ പൊള്ളുന്ന്, അതിൽ തൊട്ടാ പൊള്ളും എന്ന് നമുക്കറിയാം. ലൈക്ക് വൈസ് അതുപോലെ തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷനില് ഏതൊക്കെ റൂൾസും റെഗുലേഷൻസും ഉണ്ടോ അത് തെറ്റിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാതെ വരുമ്പോ, ചിലര് ഫോളോ ചെയ്യില്ല, ചിലര് അത് നിയമം തെറ്റിക്കുകയും ചെയ്യും. ഇതാണ് നിയമം, പക്ഷെ അവരെന്ത് ചെയ്യുന്നു? അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നു. അങ്ങനെയും ആകാം. ഈ രണ്ട് രീതിയിൽ ചെയ്യുമ്പോ, ചെയ്യാൻ അങ്ങോട്ട് തുനിയുമ്പോ അവർക്ക് ബുദ്ധിയിലേക്ക് ഓർമ്മ വരും. എന്തുവരും? ഇത് ചെയ്താൽ ഇതിനെതിരെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാകുമെന്ന ഒരു ബോധ്യം, ചിന്ത. ആ ചിന്ത എന്ത് ചെയ്യും? ഇവരെ പിൻവലിപ്പിക്കും. അയ്യോ ഇത് ചെയ്യരുത്, കാരണം ഇറ്റ്സ് അഗേൻസ്റ്റ് ലോ, അല്ലെങ്കിൽ ഇറ്റ്സ് എ മിസ്കണ്ടക്ട്, അതൊരു മിസ്കണ്ടക്ട് ആണ്, അത് ലോക്ക് നിയമത്തിന് വിരുദ്ധമാണ് നമ്മുടെ ഈ ഓർഗനൈസേഷനിൽ എന്നൊരു ചിന്ത ബോധ്യത്തിലേക്ക് വരുമ്പോ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മിസ്കണ്ടക്ട് നമ്മളിൽ നിന്ന് വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും പരമാവധി, അല്ലെ? അതുപോലെ ആയിരിക്കണം. അപ്പൊ റെഡ് ഹോട്ട് സ്റ്റൗവില് നമ്മളിങ്ങനെ തൊടാൻ പോകുമ്പോ അത് പൊള്ളും എന്ന് നമുക്ക് അറിയാവുന്നത് പോലെ തൊട്ടാൽ പൊള്ളും. അപ്പൊ തൊടാൻ പോകുന്നത് മിസ്കണ്ടക്ട് അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുക ഏതെങ്കിലും റൂള്, അത് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക ഡിസിപ്ലിനറി ആക്ഷൻ. പൊള്ളുക എന്നൊരു ഡിസിപ്ലിനറി ആക്ഷനാണ് അവിടെ വരുന്നത്, മനസ്സിലായോ? അപ്പൊ അത് പൊള്ളും എന്നുള്ള ബോധ്യം വരുന്നത് പോലെ ആയിരിക്കണം നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് MC ഗ്രിഗർ എന്തിനെ നമ്മളുടെ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാത്ത, ഇൻഡിസിപ്ലിൻഡ് ആകുന്ന, മിസ്കണ്ടക്ട് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കേണ്ട ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഇറ്റ് ഷുഡ് ബി കോറിലേറ്റഡ് ടു റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായ? ആ സമയത്ത് എന്താ സംഭവിക്കാം? അപ്പൊ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് ഈ റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ പോലെ ആകണം. അല്ലാതെ അത് തൊടുമ്പോ കൊള്ളും എന്ന് അറിയാവുന്നത് കൊണ്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യില്ല, ആ ഭാഗത്തോട്ട് പോലും അല്ലെങ്കിൽ അതിന്റെ അടുത്തേക്ക് കൈ എത്താറാവുമ്പോഴേക്കും നമ്മൾ പിൻവലിക്കും. അതുപോലെ ആയിരിക്കണം ഏതൊരു ഇൻഡിസിപ്ലിനറി ആക്ഷൻ ആര് ചെയ്യുമ്പോഴും നമ്മുടെ എംപ്ലോയീസ് ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ അവരുടെ മനസ്സിലേക്ക് വരുന്നത്. മനസ്സിലായത്? ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞേക്കണേ. ആർക്കെങ്കിലും ആ ഒരു പാരഗ്രാഫ് മനസ്സിലാവാത്തതുണ്ടോ? എന്നിട്ട് വേണം അടുത്തത് അതിന്റെ പ്രിൻസിപ്പിൾസിലേക്ക് പോകാൻ. ഇനി പണി എല്ലാവർക്കും കിട്ടിയോ? മനസ്സിലായോ? രണ്ട് കുഞ്ഞു പാരഗ്രാഫ്. യെസ്. സോ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അണ്ടർലൈൻ ചെയ്യേണ്ടത് ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. കണ്ടിന്യൂസ് സപ്പോർട്ട് ഓഫ് subordinates is most important for the effective and efficient working of the managers. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അടുത്ത പാരഗ്രാഫിലാണ് managers do this with the help of Red Hot Stove rule formulated by Douglas MC ഗ്രഗർ, which correlates a situation of touching a hot stove and the act of discipline act അതുപോലെ തന്നെ ഒരു റെഡ് ഹോട്ട് സ്റ്റൗമേയും ടച്ച് ചെയ്യുന്നതുമായിട്ട് കോറിലേറ്റ് ചെയ്താണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂള് ആര് ഫോർമുലേറ്റ് ചെയ്തത്? ഡഗ്ലസ് MC ഗ്രഗർ ഫോർമുലേറ്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു ഗൈഡ് ലൈൻ ഉപയോഗിച്ച് വേണം മാനേജർമാർ എന്ത് ചെയ്യാൻ? ഡിസിപ്ലിൻ കണ്ടക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാൻ. ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മാനേജേഴ്സിന് ഈ ഒരു റൂള് വേണമെങ്കിൽ ഗൈഡ് ലൈനായിട്ട് സ്വീകരിക്കാം. ഏത് ഗൈഡ് ലൈൻ? ഏതാണ്? റെഡ് ഹോട്ട് സ്റ്റൗ റൂള് വേണമെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത്.
ഇനി അതെങ്ങനെ അപ്ലൈ ചെയ്യും, അതിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത്. ആ 2 സെന്റൻസ് ആണ് ഇമ്പോർട്ടന്റ്. അണ്ടർലൈൻ ചെയ്തോ എല്ലാവരും? അണ്ടർലൈൻ ചെയ്തോ? ചെയ്തോ? യെസ്. So let's see what are the principles of red hot stove. എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾസ്? എന്ത് തത്വത്തിലാണ് നമ്മുടെ റെഡ് ഹോട്ട് സ്റ്റവ് റൂള് എന്താ പറയാ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറയുന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ് റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ എന്ന് പറയുന്നത്. നമ്മളൊന്ന് നോക്കിയേ, അത് ഇമ്മീഡിയറ്റ് എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ആക്ഷൻ. ഒരു റെഡ് ഹോട്ട് സ്റ്റവ് എന്ന് പറയുന്നത് ചുട്ടു പഴുത്തിരിക്കുന്ന ഒരു സ്റ്റവ്, അതിലേക്ക് നമ്മൾ വിരൽ കൊണ്ട് തൊടുമ്പോൾ എന്ത് സംഭവിക്കും? ആസ് സൂൺ ആസ് പോസിബിൾ, അല്ലെങ്കിൽ അറ്റ് ദ സെയിം മൊമെന്റ് വി വിൽ ഗെറ്റ് ബേൺസ്. അത് നമ്മളുടെ കൈ പൊള്ളിക്കും. കയ്യോ കാലോ ഏത് ശരീരഭാഗമാണോ നമ്മൾ അതിന്റെ അടുത്തേക്ക് കൊണ്ടു ചെന്നേ, ആ സമയം തന്നെ, സമയം മാറ്റിയിട്ടല്ല, അരമണിക്കൂർ കഴിഞ്ഞിട്ടോ 2 മിനിറ്റ് കഴിഞ്ഞിട്ടോ അല്ല കൊള്ളുന്നത്, അതേ മാത്രയിലാണ്, അതേ മൊമെന്റിൽ, ആ നിമിഷത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? നമ്മളുടെ കൈ കൊള്ളും എന്നുള്ളതാണ്. അതുപോലെ സിമിലർലി, as soon as possible any of the employee make any misconduct, the action should be taken by the management immediately. എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ ആയിരിക്കണമെന്ന്. ഏതെങ്കിലും ഒരു എംപ്ലോയി ഏതെങ്കിലും രീതിയിൽ മിസ്കണ്ടക്ട് ചെയ്താൽ അതിന് എതിരെ എടുക്കേണ്ട നടപടി കുറെ കഴിഞ്ഞിട്ടല്ല, 5-6 ദിവസം കഴിഞ്ഞിട്ടല്ല, എന്ത് ചെയ്യണം? അപ്പൊ തന്നെ എടുക്കണം. അതെന്താണ് അങ്ങനെ അപ്പൊ തന്നെ എടുക്കണമെന്ന് പറയണേ? അപ്പൊ തന്നെ എടുത്താല അതിനൊരു എന്താ പറയാ ഒരു സ്ട്രിക്ട്നെസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ 2 ദിവസം കഴിയുമ്പോഴേക്കും വേറെ അടുത്ത 2 ആൾക്കാർ വേറെ ചിലപ്പോ അതേ കാര്യം തന്നെ തെറ്റായി ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ആക്ഷൻസ് സ്വീകരിച്ചാൽ മറ്റുള്ള എംപ്ലോയീസ് ഇനി ഇതുപോലെയുള്ള തെറ്റുകൾ ചിലപ്പോൾ അനുകരിക്കാതിരിക്കാനോ ഒക്കെ കാരണമായേക്കാം, അല്ലെ? മറ്റുള്ളവർക്ക് ഒരു എന്താ പറയാ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ആ ആക്ഷൻ എടുക്കുമ്പോൾ. ഇപ്പൊ ഒരാള് ലേറ്റ് ആയിട്ട് വരുന്നു, എല്ലാ ദിവസവും ടീച്ചേഴ്സിനോട് 10:20 10:15 ഇവിടെ എത്തണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ 10 മണിക്ക് ഇവിടെ എത്തണം എന്ന് പറഞ്ഞിരിക്കുന്നു. 10 മണി കഴിഞ്ഞ് 10:15 ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പൊ അത് കണ്ടില്ല എന്ന് അടിക്കുന്നു, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വിടുകയാണെങ്കിൽ അടുത്ത ദിവസം തുടങ്ങി അടുത്ത ടീച്ചർമാരും മര്യാദയ്ക്ക് 10 മണിക്ക് മുമ്പേ, ചിലപ്പോൾ 10 മണിക്കും എത്തുന്ന ടീച്ചർമാർ എന്ത് ചെയ്യും? അതിന് ശീലാക്കുമോ? അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നത്തിങ് എനി ആക്ഷൻ ഹാസ് നോട്ട് ബീൻ ടേക്കൺ ബൈ ദ മാനേജ്മെന്റ്. നമ്മൾ അങ്ങനെ ചിന്തിക്കും, മാനേജ്മെന്റ് ഒന്നും അതിനെതിരെ നടപടിയൊന്നും എടുത്തില്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 10 മിനിറ്റ് വൈകിയാലും ഇനി അടുത്ത ദിവസം വന്നാൽ മതി, എന്തിനാ നേരത്തെ വന്നിരിക്കണേ, 10:30 ക്ലാസ് എന്നുള്ള മൈൻഡില്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചിന്ത വരും. നമ്മൾ ഒരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകുന്ന ഓരോ ഓർഗനൈസേഷൻ നടക്കുന്ന എന്റർപ്രണേഴ്സും അല്ലെങ്കിൽ അവിടുത്തെ മാനേജേഴ്സും ഹാവ് ടു സ്ട്രിക്ട്ലി ലീഡ് ഓർ ഫോഴ്സ് ദ എംപ്ലോയീസ് ടു ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്, ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷന്റെ ഓരോ റൂൾസും റെഗുലേഷൻസും ലോസും ഒക്കെ കൃത്യമായിട്ട് പാലിക്കാൻ അവരെ എന്ത് ചെയ്തോളണം? അവരെ അതിനെ കേപ്പബിൾ ആക്കണം, അവരെ ഫോഴ്സ് ചെയ്യണം. കാരണം തോന്നിയ പോലെ വരിക പോകുക എന്നുള്ളതിനേക്കാൾ ഉപരി അവിടുത്തെ നിയമ കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് വന്നു പോയി കാര്യങ്ങൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അതാണ്. അപ്പൊ അത് ഒരു സ്ട്രിക്റ്റ് ആ ഒരു ലോ ആയിട്ട് തന്നെ നടക്കാൻ വേണ്ടിയിട്ട് എന്താ പറയണ്ടേ? ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ് മാനേജ്മെന്റ് എടുക്കേണ്ടത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ മനസ്സിലായോ? സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കി. വളരെ സിമ്പിൾ സെന്റൻസ് ആണ് എഴുതി വെച്ചേക്കണേ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് വേഗം വായിച്ചു നോക്കിയിട്ട് ഈ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആസ് സൂൺ ആസ് എനി കൈൻഡ് ഓഫ് മിസ്റ്റേക്ക്, മിസ്കണ്ടക്ട്, സിമിലർലി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം. ആസ് സൂൺ ആസ് എനി കൈൻഡ് ഓഫ് മിസ്കണ്ടക്ട് ഈസ് ഡൺ by the employee, the manager should immediately take action against the employee. ആ പ്രിൻസിപ്പിൾസ് ഓരോ ബോൾഡ് ആയിട്ട് ഇരിക്കുന്ന പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ബോൾഡ് ആയിട്ട് ഇരിക്കുന്ന പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഉള്ളിലുള്ളത് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അത് മറക്കണ്ട. പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടന്റ് ആണെന്ന്. വിശദീകരണമല്ല, വിശദീകരണത്തിന് മുമ്പ് വന്നിരിക്കുന്ന ആ ഒരു ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്ന പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താ? റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗിൽ അധിഷ്ഠിതമാണ്. എന്താ വാർണിംഗ് എന്ന് പറഞ്ഞാൽ? മുന്നറിയിപ്പാണ്. ഇപ്പൊ നമ്മൾ എന്താ റെഡ് ഹോട്ട് സ്റ്റവ് റൂളുമേ ഒരു പ്രാവശ്യം പൊള്ളിയ ആൾക്കാർ പിന്നെയും കൊണ്ടുപോയി കൈവയ്ക്കോ? ഇല്ല. കൊച്ചുകുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. കൊച്ചുകുട്ടികൾ ആദ്യമൊക്കെ തീ കാണുമ്പോൾ ഭയങ്കര മനോഹരമായ ഒരു സാധനം ഇങ്ങനെ ആളുന്നു, അല്ലെ? അതുങ്ങൾ ചിലപ്പോൾ കൈ കൊണ്ട് ചെല്ലും, കാരണം അവർക്ക് അറിയില്ലല്ലോ. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും അതിന്റെ അടുത്തേക്ക് കൈ കൊണ്ടുപോയി അതിൽ നിന്ന് ബേണിംഗ് കിട്ടിയ കുട്ടികള് ചെറുതാണെങ്കിൽ കൂടി അവർക്ക് മനസ്സിലാകുന്നത് നെക്സ്റ്റ് ടൈം അല്ലെ, അതിന്റെ അടുത്തേക്ക് പോലും പോകില്ല. കൊച്ചുങ്ങൾക്ക് അറിയാം അത് പൊള്ളുന്ന സാധനമാണ് എന്നുള്ളത്. അത് കുട്ടിക്ക് തന്നെ മനസ്സിലായി, അറിഞ്ഞു അത്. സോ ഇറ്റ്സ് എ വാർണിംഗ്.
അതൊരു വാർണിംഗ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു എംപ്ലോയി ഇതുപോലുള്ള മിസ്കണ്ടക്ട് വെൻ ദേ ആർ ഗോയിങ് ടു പെർഫോം, അല്ലെങ്കിൽ ഇഫ് ദേ ആർ ഗോയിങ് ടു വയലേറ്റ് എനി റൂൾ, അറിഞ്ഞുകൊണ്ടൊക്കെ ഏതെങ്കിലും റൂൾസ് ഒക്കെ തെറ്റിക്കാനോ അല്ലെങ്കിൽ മിസ്കണ്ടക്റ്റിൽ ഏർപ്പെടാനോ ഒക്കെ തുനിയുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസിന് ദേ വിൽ ഗെറ്റ് ആൻഡ് അവെയർ ഓഫ് ദ പണിഷ്മെന്റ്, അതുകൊണ്ടുണ്ടാകാവുന്ന ശിക്ഷ അല്ലെങ്കിൽ അതുകൊണ്ട് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടാകാവുന്ന ഡിസിപ്ലിനറി ആക്ഷൻസ്, അതിനെ കുറിച്ചൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും അവർക്കത്. അതുകൊണ്ട് അതൊരു വാർണിംഗ് ആണ്. ആരും തന്നെ ഇതുപോലുള്ള മിസ്കണ്ടക്ട് അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ കമ്മിറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു വാർണിംഗ് കൂടിയാണ് ഏത് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ. ആ റൂള് എന്ന് വെച്ചാൽ റെഡ് ഹോട്ട് സ്റ്റൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊള്ളുന്നത് പോലെ, തൊട്ടാൽ അത് പൊള്ളുന്നത് പോലെ തന്നെ എന്തെങ്കിലും മിസ്കണ്ടക്ട് ചെയ്താൽ അപ്പൊ തന്നെ അവർക്കെതിരെ നടപടി എടുക്കണം. അപ്പൊ ആ നടപടിയെ കുറിച്ച് അവർക്ക് ഓർമ്മ വരും. അപ്പൊ അതൊരു വാർണിംഗ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? വേഗം തന്നെ വേണ്ട അതില് ചെറുപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരം കാര്യം ചെയ്താൽ നമുക്ക് പണിഷ്മെന്റ് കിട്ടും. അപ്പൊ രാവിലെ തന്നെ എല്ലാ ദിവസവും 10 മണിക്ക് മുമ്പ് ഇവിടെ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ 10:15 എത്തിയാലും മതി എന്നുള്ള ചിന്ത മാറും. അയ്യോ 10 മണിക്ക് എത്തിയില്ലെങ്കിൽ സാറിനേക്ക് വഴുത്തേക്കും, അല്ലെങ്കിൽ ഇത് എന്ന ഒരു ആഫ്റ്റർ എഫക്ട് അതിന്റെ പേരിൽ ഉണ്ടാകും എന്നുള്ള ബോധ്യം നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും എന്ത് കാണിച്ചിട്ടാണെങ്കിലും നമ്മൾ കൃത്യസമയത്തിന് ഇവിടെ എത്തിച്ചേരാൻ നോക്കും. ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? വായിച്ചു നോക്കിയൊന്ന് വേഗം, സെന്റൻസ് ഒന്ന് നിർത്തി ഒന്ന് വേഗം വായിച്ചു നോക്കിയാൽ മതി. All the employees should be aware of the punishment they will get after violating the rules or committing any mistake. ഏതെങ്കിലും തരത്തില് റൂൾസ് തെറ്റിക്കുകയോ മിസ്റ്റേക്ക് വരുത്തുകയോ ചെയ്യുമ്പോൾ എംപ്ലോയീസിന് അവരുടെ പണിഷ്മെന്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കിട്ടുന്നു. അതാണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂളിന്റെ മറ്റൊരു തത്വം. മനസ്സിലായല്ലോ? മനസ്സിലായോ? യെസ്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. സിമിലർലി എന്ന വാക്ക് വേണ്ട, വീണ്ടും അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് കേട്ടാ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഓൾ ദ എംപ്ലോയീസ് ഷുഡ് ബി അവെയർ ഓഫ് ദ പണിഷ്മെന്റ് ദേ വിൽ ഗെറ്റ് ആഫ്റ്റർ വയലേറ്റിംഗ് റൂൾസ് ഓർ കമ്മിറ്റിംഗ് എനി മിസ്റ്റേക്ക് എന്നുള്ളത്. ഇനി വീണ്ടും പറയുന്നു, ഇതൊരു പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി ആണ്. That means the disciplinary actions taken against the employee should be equal or in the same way. എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കണം എന്ത് ചെയ്യുന്നത്? ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടത്. ഈക്വൽ ജഡ്ജ്മെന്റ് ഫോർ ഓൾ എംപ്ലോയീസ്, എല്ലാവരെയും ഒരേ രീതിയിൽ ജഡ്ജ് ചെയ്യാം. ഇന്ന് ഞാൻ വൈകി വന്നു, എന്നോട് ഒരു രീതിയിൽ മാനേജ്മെന്റ് വിളിക്കുന്നു, അല്ലെങ്കിൽ എന്നോട് ഒരു രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് നീ വൈകി വന്നതുകൊണ്ട് ഇന്ന കാര്യം, ഇന്ന ഡിസിപ്ലിനറി ആക്ഷൻ നീ തെറ്റിച്ചതുകൊണ്ട് നിനക്കെതിരെ ഇന്ന നടപടി സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ നിനക്ക് ഇതൊരു പണിഷ്മെന്റ് ആയിട്ട്, അല്ലെങ്കിൽ നിനക്കെതിരെ ഇത് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയുന്നു. നെക്സ്റ്റ് ഡേ സെയിം എന്റെ ലെവലില് നമ്മളുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്നവര് വേറെ ആരെങ്കിലും നേരെ വൈകി വരുന്നു, അവരോട് വേറെ രീതിയിൽ. അങ്ങനെ പാടില്ലാന്ന്. ഡിസിപ്ലിനറി ആക്ഷൻ ഏത് രീതിയിലുള്ള ഡിസിപ്ലിൻ ആണോ നമ്മൾ ലംഘിക്കുന്നത്, തെറ്റിക്കുന്നത്, എല്ലാവരോടും ഇംപേഴ്സണൽ ആയിട്ട് ഒരു വ്യക്തി ഒരു രീതിയിലുള്ള വ്യക്തി ബന്ധവും ഇല്ലാതെ, അത് വ്യക്തിപരമായിട്ട് എടുക്കാതെ എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ശിക്ഷാ നടപടിയായിരിക്കണം സ്വീകരിക്കേണ്ടത്. കാരണം പറയട്ടെ, റെഡ് ഹോട്ട് സ്റ്റൗമ്മ നീ ഒന്ന് തൊട്. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ അറിയുന്നില്ല, മറ്റൊരാളെന്ന് പറയുന്ന വ്യക്തിയെ അറിയാം. ഞാൻ പോയി തൊടുന്നു, എനിക്ക് പൊള്ളും. എനിക്ക് എങ്ങനെയാണോ പൊള്ളിയ അടുത്ത ആൾ വന്ന് തൊടുന്നു, ആൾക്കും പൊള്ളും. എങ്ങനെയാണോ എനിക്ക് പൊള്ളിയത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയ പൊള്ളലിന്റെ ആ ഒരു ചൂട് അല്ലെങ്കിൽ അതിന്റെ ഒരു വേദന അല്ലെ, അതുകൊണ്ടുണ്ടാവുന്ന ഒരു ബേണിംഗ് എഫക്റ്റ് ഒരുപോലെ തന്നെ ആയിരിക്കും ആർക്കായാലും. മനുഷ്യനാണല്ലോ, നമ്മളെല്ലാവരും മനുഷ്യനല്ലേ. നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരുപോലെ, അതുപോലെ തന്നെ ആവണം ഒരു ഓർഗനൈസേഷനിലെ ഏതെങ്കിലും എംപ്ലോയീസ് അവര് ചെയ്യുന്ന മിസ്കണ്ടക്റ്റിന് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ശിക്ഷാ നടപടികൾ കൊടുക്കണമെന്ന്. മനസ്സിലായോ? ഈക്വൽ ലെവൽ ഓഫ് ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കണം. ജഡ്ജ്മെന്റിന്റെ ലെവൽ മാറാൻ പാടില്ല. എന്ന് വെച്ചാൽ ചെയ്യുന്ന തെറ്റിന്റെ ആ ഒരു കാഠിന്യം കൂടി നോക്കിയിട്ടാണ്. വൈകി വരുന്നതിന് കൊടുക്കുന്ന ശിക്ഷയാവരുത് അവിടുത്തെ ലോക്കറിൽ നിന്ന് വല്ല കാശ് കെട്ടുകൊണ്ടുപോയവർക്ക് എതിരെടുക്കുന്ന നടപടി അല്ലെ. അതിനുള്ള വ്യത്യാസമുണ്ട്. അതല്ല ഉദ്ദേശിച്ചത്. ഏതൊക്കെ രീതിയിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് എംപ്ലോയീസ് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും അതാത് രീതിയിലുള്ള ശിക്ഷാ നടപടികൾ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഒരാള് വൈകി വരുന്നു, ആൾക്കെതിരെ എന്ത് ശിക്ഷാ നടപടിയാണോ സ്വീകരിച്ച് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം വേറൊരാൾ വൈകി വന്നപ്പോ അവർക്കെതിരെയും അതേ ശിക്ഷാ നടപടി ഡിസിപ്ലിനറി ആക്ഷൻ തന്നെ എടുക്കാം. ഈക്വൽ ജഡ്ജ്മെന്റാ ചെയ്യുന്നത്. മനസ്സിലായോ? തെറ്റുകളുടെ വ്യത്യസ്തത, വെറൈറ്റീസ് ഓഫ് തെറ്റുകൾ മാറി നിൽക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ശിക്ഷാ നടപടിയും വർദ്ധിക്കും അല്ലെ. അത് നമുക്കറിയാം. അതല്ല ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ? പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി, വ്യക്തിയെ മാനിച്ചല്ല ശിക്ഷ കൊടുക്കേണ്ടത് എന്നർത്ഥം. ദാറ്റ് മീൻസ് റെഡ് ഹോട്ട് സ്റ്റൗവില് വ്യക്തിയെ നോക്കിയിട്ടല്ല പൊള്ളലിന്റെ ആ ഒരു തീവ്രത വരിക.
ഞാൻ തൊട്ടപ്പോ ഭയങ്കരമായി പൊള്ളി, വേറൊരാൾ തൊട്ടപ്പോ ആൾക്ക് പൊള്ളലില്ല, അങ്ങനെ വരുമോ? ഒരേ രീതിയിൽ രണ്ടാളുകൾ തൊടുന്നു ഒരേ സാധനത്തില്, അത്രയും കത്തിച്ച് വലിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ബർണറിൽ ഞാൻ തൊടുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് വേദനിച്ചു, പൊള്ളി. മറ്റൊരാൾ തൊട്ടപ്പോ ആൾക്ക് വേദനിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതേ ടൈപ്പ് ഓഫ് വേദന തന്നെയാണ് ആൾക്കും ഉണ്ടാവുക. അതുപോലെ തന്നെയായിരിക്കണം ശിക്ഷയും ഇവിടെ. ആർക്കെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? തേർഡ് പോയിന്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി. അതില് ആ ലാസ്റ്റത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. The manager must show equal level of judgment to all employees. ആ ഒരു സെന്റൻസ്. The manager must show an equal level of judgment to all employees. മനസ്സിലായ? സിമ്പിൾ ആണ്, അതുകൊണ്ട് വേഗം മനസ്സിലാവും. ഓക്കെ, the last one is principle of consistency. എന്ന് വെച്ചാൽ ഒരു സ്ഥിരതയുള്ള പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ സ്ഥിരമായിരിക്കണം. അതായത് നമുക്കറിയാം റെഡ് ഹോട്ട് സ്റ്റൗവിന്റെ ഇതുമ്മ തൊടുമ്പോ എല്ലാവർക്കും ഒരേപോലെയാണ് അവരുടെ വിരലുകൾ കൊള്ളുക. അതുപോലെ തന്നെ നമ്മുടെ റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ പറയുന്നത് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോഴും ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ് ഫോർ ഓൾ എംപ്ലോയീസ്. എല്ലാവർക്കും ഒരു സ്ഥിരതയുള്ള രീതിയിലുള്ള ഒരു എന്താ പറയാ ഡിസിപ്ലിനറി ആക്ഷൻ ആയിരിക്കണം എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് they should not give any consideration if they are male or female. അത് പെണ്ണായതുകൊണ്ട് അങ്ങനെ, ആണായതുകൊണ്ട് ഇതിങ്ങനെ, അങ്ങനെയൊന്നും പാടില്ല. സെയിം പണിഷ്മെന്റ് ഫോർ എവറിബഡി. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പണിഷ്മെന്റ് റിഗാർഡ്ലെസ് ഓഫ് their gender. അവരുടെ ജെൻഡർ ഏതാണെന്ന് നോക്കാതെ, റിഗാർഡ്ലെസ് ആണ് പറഞ്ഞത് കേട്ടോ, അവരുടെ ജെൻഡർ ഏതാണെന്ന് വകവെക്കാതെ അല്ലെങ്കിൽ നോക്കാതെയുള്ള പണിഷ്മെന്റ് ആയിരിക്കണം കൊടുക്കണ്ടേ. അതാണ് മാനേജേഴ്സ് ചെയ്യേണ്ടത് എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസിയിൽ പറയുന്നത്. ഇത് സ്ഥിരതയിലായിരിക്കണം. ഞാൻ പെണ്ണായതുകൊണ്ട് എനിക്കൊരു ശിക്ഷ, ആണുങ്ങളായതുകൊണ്ട് അങ്ങനെ വേറെ ശിക്ഷ, അത് പാടില്ല. അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. കാരണം റെഡ് ഹോട്ട് സ്റ്റൗവ് നോക്കുന്നില്ല, വരുന്നത് പെണ്ണാണ് തൊടുന്നത്, അതുകൊണ്ട് അവൾക്ക് ഇച്ചിരി പൊള്ളല് കുറച്ച് കൊടുത്താൽ മതി, ആണുങ്ങളാവുമ്പോൾ ഇച്ചിരി കൂടി പൊള്ളല് കൂടുതൽ കൊടുക്കുക, അങ്ങനെ ചെയ്യുമോ? ഇല്ല. അത് അവിടെ വ്യത്യാസം ഇല്ല എങ്കിൽ ഇതും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് നമ്മുടെ ഡഗ്ലസ് MC ഗ്രെഗർ എന്ത് ചെയ്തിരിക്കുന്ന ഈ റെഡ് ഹോട്ട് സ്റ്റൗവുമായിട്ട് അത് പണിഷ്മെന്റ്, അതായത് കൊടുക്കുന്ന ഡിസിപ്ലിനറി ആക്ഷൻ, ബിസിനസ് ഓർഗനൈസേഷനിലും മാനേജേഴ്സ് സ്വീകരിക്കുന്ന ഡിസിപ്ലിനറി ആക്ഷനെ ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്തിരിക്കുന്നത്, ബന്ധപ്പെടുത്തി പറയുന്നത്. കിട്ടിയോ ഈ 4 പ്രിൻസിപ്പിള്? ഏതൊക്കെയാ പ്രിൻസിപ്പിള്? ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഏതാ? പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ, പെട്ടെന്ന്. നെക്സ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ്, ഒരു വാർണിംഗ് ആണ്. റെഡ് ഹോട്ട് സ്റ്റൗമ തൊട്ടാൽ കൊള്ളും, അതൊരു വാർണിംഗ്. അതുപോലെ ആയിരിക്കണം ഒരു നിയമം ലംഘിക്കാൻ പോകുന്ന ആള് പെട്ടെന്ന് ഓർത്തോണം, വാർണിംഗ് പോലെ, അയ്യോ വേണ്ട അത് ചെയ്തു കഴിഞ്ഞാൽ മാനേജ്മെന്റ് നമുക്കെതിരെ ആക്ഷൻ എടുക്കും, ആ ഒരു വാർണിംഗ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി, അവിടെ പേഴ്സണൽ ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. വ്യക്തിപരമായിട്ട് ആരെയും ജഡ്ജ് ചെയ്യുന്നത്, വ്യക്തി ബന്ധങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. മനസ്സിലായ? 2 വ്യക്തികൾ, ആരോ 2 ആളുകൾ മിസ്കണ്ടക്ട് ചെയ്തെങ്കിൽ എല്ലാവരെയും ഈക്വൽ ആയിട്ട് ജഡ്ജ് ചെയ്യുക, അതാണ് മാനേജേഴ്സ് ചെയ്യേണ്ട കാര്യം. ലാസ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആയിരിക്കണം അവര് എന്താ പറയുക ഡിസിപ്ലിനറി ആക്ഷൻ ആയിരിക്കണം മാനേജ്മെന്റ് എടുക്കേണ്ടത്. they do not consider whether they are male or female. മെയിൽ ആണെന്നോ ഫീമെയിൽ ആണെന്നോ ഒന്നും കൺസിഡർ ചെയ്യാൻ പാടില്ല. ക്ലിയർ ആയില്ലേ? മനസ്സിലായല്ലോ എല്ലാവർക്കും? സോ അടുത്ത പോയിന്റിലേക്ക് പോകാം. അതിന് മുമ്പ് ഇവിടെ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. Managers should impose the same punishment for everybody, regardless of the fact whether the violator is a male or female. Violator, നിയമം തെറ്റിക്കുന്ന ആള് മെയിൽ ആണെന്നോ ഫീമെയിൽ ആണെന്നോ കൺസിഡർ ചെയ്യാതെ, റിഗാർഡ് ചെയ്യാതെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പണിഷ്മെന്റ് ആണ് മാനേജേഴ്സ് ഇമ്പോസ് ചെയ്യേണ്ടത്, ചുമത്തേണ്ടത്. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? അടുത്തേക്ക് പോകട്ടെ. പോയാ എല്ലാവരും? യെസ്. ഇടയ്ക്ക് 1-2 പേരൊക്കെ ഇവിടെ തമ്പിടുന്നുണ്ട്. തമ്പിടുന്നവർ ഇടയ്ക്ക് പോകണ്ടോന്ന് എനിക്ക് സംശയം ഇടയ്ക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ ഹാൻഡ്ലിംഗ് ഇൻഡിസിപ്ലിൻ ഓർ ഡിസിപ്ലിനറി പ്രൊസീജിയർ. അതായത് എംപ്ലോയീസിനെ ഇൻഡിസിപ്ലിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന എംപ്ലോയീസിനെ നമ്മൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവരുടെ കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കണം, ആ ഡിസിപ്ലിനറി പ്രൊസീജിയർ ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാ എംപ്ലോയേഴ്സും അല്ലെങ്കിൽ മാനേജേഴ്സും ഇൻഡിസിപ്ലിൻ എന്ന് പറയുന്നതിനെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ അപ്രോച്ച് ചെയ്യും. ആരെങ്കിലും എംപ്ലോയീസ് ഏതെങ്കിലും രീതിയിൽ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ബിഹേവ് ചെയ്താൽ
ഇഫ് ദേ വയലേറ്റ് എനി റൂൾ ഓർ ലോ, ഏതെങ്കിലും നിയമങ്ങൾ ഒക്കെ തെറ്റിച്ചാൽ അത്തരം ആളുകളെ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്. അതിനെയാണ് നമ്മൾ ഡിസിപ്ലിനറി പ്രൊസീജിയർ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുക. അവർക്കെതിരെ എടുക്കുന്ന നടപടി, അതാണ് ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ ഡിസിപ്ലിനറി പ്രൊസീജിയർ. അത് എല്ലാ തരത്തിലുള്ള ഡിസിപ്ലിനും അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അതായത് ചിലപ്പോ എങ്ങനെയാണ് ആ ഡിസിപ്ലിനെ അവര് പ്രസന്റ് ചെയ്യുന്നത്, അതിന്റെ വാർണിംഗ്സ് എങ്ങനെയാ കൊടുക്കുന്നത്, എന്തെങ്കിലും ആ ഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യങ്ങൾ തെറ്റിച്ചാൽ അവർക്ക് എടുത്തിട്ട് കൊടുക്കുന്ന വാർണിംഗ്, അതിന്റെ ഇന്റർവ്യൂസ്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും നടപടികൾ വരുമ്പോ അവരുമായിട്ടൊന്ന് ഇന്റർവ്യൂ ഒക്കെ ചെയ്യേണ്ടി വരും. അത്തരം എംപ്ലോയീസുമായിട്ടുള്ള ഇന്റർവ്യൂ, അവർക്ക് ഇന്റർവ്യൂവിന് വേണ്ടി വരുന്ന സമയം, ആ ഡ്യൂറേഷൻ, അതെല്ലാം. പിന്നെ അവർക്ക് അപ്പീൽ കൊടുക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അത്, ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല, അത് ഞങ്ങൾ തെറ്റിച്ചതല്ല, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ അവർക്ക് വാദിക്കാനുണ്ടാവും. അങ്ങനെയുള്ള റൈറ്റ്, അവകാശം കൊടുക്കുന്നുണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കും. ഏതില്? ഈ പറയുന്ന ഇൻഡിസിപ്ലിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പ്രൊസീജിയറിൽ, ഡിസിപ്ലിൻ പ്രൊസീജിയറിൽ ഉൾപ്പെടുത്തുന്നു. ഈ ഡിസിപ്ലിനറി ആക്ഷനെ അക്കോർഡിംഗ് ടു മൈക്കൽ ജെ ജൂസിയസ് എന്ന് പറയുന്ന അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പഠനം നടത്തുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പൊ അങ്ങനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ഡിസിപ്ലിനറി ആക്ഷൻ മീൻസ് ദ സ്റ്റെപ്സ് ടേക്കൺ on disobedience of an order and to remove the reasons for such disobedience. എന്താണ് steps taken on disobedience? Disobedience എന്ന് പറഞ്ഞാൽ എന്താ? അനുസരണമില്ലായ്മ അല്ലെ? അതിനെതിരെ എടുക്കുന്ന നടപടികൾ, അല്ലെങ്കിൽ ഡിസൊബീഡിയൻസിന്റെ എന്താ പറയാ അത്തരം അതിന്റെ കാരണങ്ങൾ, അതിനെ നമുക്ക് ഇല്ലാതാക്കാനുള്ള നടപടികൾ, അതാണ് ഡിസിപ്ലിനറി ആക്ഷൻ. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ ഡിസൊബേ ചെയ്യുന്നു, നമ്മൾ അനുസരിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ ആ അനുസരണക്കേടിന്റെ കാരണങ്ങൾ എന്താണ്, അത് നമുക്ക് എന്തെങ്കിലും മാറ്റാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് മൈക്കൽ ജെ ജൂസിയസ് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു എന്താ പറയാ ഡെഫിനിഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. മൈക്കൽ ജെ ജൂസിയസ് പറയുന്നത് ഡിസിപ്ലിനറി ആക്ഷൻ മീൻസ് ദ സ്റ്റെപ്സ് ടേക്കൺ ഓൺ ഡിസൊബീഡിയൻസ് ഓഫ് an order and to remove the reasons of such disobedience. അണ്ടർലൈൻ ചെയ്യാട്ടാ. ചെയ്തോ? പറയട്ടെ അടുത്തത്? യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ. ഇനി ഈ ഡിസിപ്ലിനറി പ്രൊസീജിയറിന്റെ സ്റ്റെപ്സ്, അതായത് ഡിസിപ്ലിൻ തെറ്റിക്കുന്ന എംപ്ലോയീസിന്റെ നേരെ നടത്തുന്ന നടപടികൾ, അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതായത് ഈ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുന്നത് ഒറ്റ രീതിയിലല്ല, ഒരൊറ്റ കാര്യം ചെയ്തിട്ട് ഈ പറയുന്നവർക്കെതിരെ നമുക്ക് നടപടികൾ സ്വീകരിക്കാൻ പറ്റില്ല. അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പ്രൊസീജിയറിലൂടെ മാത്രമേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട്? ആ എംപ്ലോയീസ് ഏതെങ്കിലും, ഇപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്തു, മിസ്കണ്ടക്ട് ചെയ്തു, അപ്പൊ എനിക്കെതിരെ എടുക്കുന്ന ആക്ഷൻ ഒറ്റ നടപടിയായിട്ടായിരിക്കില്ല, പല പല സ്റ്റെപ്പുകളിലായിട്ടായിരിക്കും. കാരണം എന്താ? അതെന്താ അങ്ങനെ സ്റ്റെപ്പ് വരും എന്ന് പറയാൻ കാരണം? അതിന് കാരണമുണ്ട്. ഇപ്പൊ എന്റെ പേരിൽ എന്തെങ്കിലും ഞാൻ ചെയ്ത ഒരു നിയമം തെറ്റിച്ചതായിട്ട് എന്തെങ്കിലും അറിവിൽ പെട്ടാൽ എനിക്കെതിരെ ആ ഒരു കാര്യം നടന്നു എന്നുള്ളത് നമ്മളെ അറിയിക്കും. അതിനെ കുറിച്ച് അന്വേഷണം നടത്തണം, വേണ്ടേ? എന്നിട്ട് അന്വേഷണം നടത്തി അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ പേരിലേക്ക് ഒരു കുറ്റം ചുമത്തണ്ടേ. അറിയില്ലാത്ത കാര്യത്തെ കുറിച്ച് കുറ്റം ചുമത്തി ആ ആൾക്ക് ഒരു പേരുദോഷം നൽകുന്നത് നല്ലതാണോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാൻ മിസ്കണ്ടക്ട് ചെയ്തു എന്ന് മറ്റുള്ളവർ പറയുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മനസ്സിലാക്കുകയോ ചെയ്തു, ഞാനാണ് ആ തെറ്റ് ചെയ്ത ആള്, ഈ ഓർഗനൈസേഷനിൽ ഞാനാണ് ആ ഒരു സാധനം ചെയ്ത ആള് എന്ന് മനസ്സിലാക്കുന്നു. അത് ചിലപ്പോ മറ്റാളുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആകാം, അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള നമ്മുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട്, തെറ്റിദ്ധാരണകൾ കൊണ്ട് മനസ്സിലാക്കിയതെടുത്തായിരിക്കാം. പക്ഷെ ഇത് പറഞ്ഞു വെച്ച് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഒരാളെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിക്കേ. ആണോ? അങ്ങനെയാണോ ജഡ്ജ്മെന്റ് ചെയ്യണ്ടേ? അല്ല, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രൂത്ത്, സത്യാവസ്ഥ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം അല്ലെ? അപ്പൊ അതുകൊണ്ട് കുറച്ച് നടപടിക്രമങ്ങൾ ഉണ്ട് അതിനകത്ത്. ഡിസിപ്ലിനറി ആക്ഷൻസിന് ചില സ്റ്റെപ്സ് ഉണ്ട്. സോ ലെറ്റ്സ് സീ വിച്ച് ആർ ദ സ്റ്റെപ്സ് ഇൻ ഡിസിപ്ലിനറി പ്രൊസീജിയർ. ഒന്നാമത്തേത് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തണമെന്ന്. എന്താ പ്രാഥമികമായ അന്വേഷണം എന്ന് പറഞ്ഞാൽ? അതായത് whether that employee has violated any rule or having been misconducted, ഏതെങ്കിലും രീതിയിൽ മിസ്കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും നിയമങ്ങൾ തെറ്റിച്ചിട്ടുണ്ടോ ആ എംപ്ലോയി എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കണം. അത് ഒന്ന് പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിലൂടെ, പ്രാഥമികമായ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കണം. അതല്ലാതെ no disciplinary action can be taken by the management.
ആർക്കും ഏത് മാനേജ്മെന്റിനും അത്തരം എംപ്ലോയീസിന്റെ എതിരെ സംശയാസ്പദമായിട്ട് ആളുടെ നേരെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പാടില്ല. They have to confirm by investigation. എന്ത് ചെയ്യണം? മാനേജേഴ്സ് അത് ഏതെങ്കിലും രീതിയിൽ കൺഫേം ചെയ്യണം. ആള് കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആണെന്ന് കൺഫേം ചെയ്യണം. ആ കൺഫർമേഷൻ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നടപടിയുടെ ഏത് ക്രമവും തുടങ്ങാൻ പറ്റുള്ളൂ. മനസ്സിലായോ പറഞ്ഞത് എന്താന്ന്? ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായല്ലോ? യെസ്. ഇനി അതുകൊണ്ട് ദ അതോറിറ്റീസ്, അതായത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതോറിറ്റീസ് ഹാവ് ടു മേക്ക് സം പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. അതിനുവേണ്ടി പ്രാഥമിക അന്വേഷണത്തിന് പോകണം. ഈ പ്രാഥമിക അന്വേഷണത്തിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്, പ്രൈമറി എയിം ഓഫ് ദിസ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഈസ് ടു confirm whether that employee has misconduct or has violated any law. ഏതെങ്കിലും രീതിയിൽ നിയമം തെറ്റിച്ചിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ രീതിയിൽ മിസ്കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും മാത്രമല്ല, എത്രത്തോളം സിവിയറിറ്റി, എത്രത്തോളം തീവ്രമായിട്ടുള്ള തെറ്റാണ് ആള് അല്ലെങ്കിൽ വയലേഷൻ ആണ് ആൾ ചെയ്തേക്കണേ എന്നുള്ളതൊക്കെ കൺഫേം ചെയ്യാനാണ് ഈ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അപ്പൊ ഞാൻ ഏതെങ്കിലും റൂൾ തെറ്റിച്ചു അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും നിയമം ലംഘിച്ചു എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയാ ഒരു ഇൻഫോർമേഷൻ മാനേജ്മെന്റിന് കിട്ടിയെന്ന് വിചാരിക്കുക. എനിവേസ് ഏതെങ്കിലും രീതിയിൽ ചിലപ്പോ നമ്മുടെ കോവർക്കേഴ്സ് ഇൻഫോം ചെയ്തതായിരിക്കാം, ചിലപ്പോ ഏതെങ്കിലും റൂമേഴ്സ് വഴി പല രീതിയിലുള്ള അപഖ്യാതികൾ വഴി മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാകാം. ഓക്കെ, അവരുടെ കയ്യിലൊക്കെ ഒരു ഇൻഫോർമേഷൻ കിട്ടി ദാറ്റ് ഐ ഹാവ് വയലേറ്റഡ് എനി റൂൾ ഓഫ് ദ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷന്റെ എന്തോ നിയമം തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കിട്ടി, അറിയിപ്പ് കിട്ടി, ഒരു ഇൻഫോർമേഷൻ അവരിലേക്ക് എത്തി. ഏതെങ്കിലും മാർഗത്തിൽ കൂടി ആയിക്കോട്ടെ, അങ്ങനെ എത്തിയെന്ന് വിചാരിക്കുക. മാർഗമാണ് അല്ലെ, നമുക്ക് ഏത് സ്ഥലത്ത് എന്താണോ അത് കേട്ട് കഴിയുമ്പോ മാനേജ്മെന്റ് വേഗം തന്നെ എന്താ പറയാ പൊട്ടിപ്പുറപ്പെടുകയല്ല ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമുക്കെതിരെ പാഞ്ഞെടുക്കുകയല്ല വേണ്ടത്. അവരെന്ത് ചെയ്യണം? they have to make some preliminary investigation. ആദ്യം തന്നെ മാനേജേഴ്സ് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്ററിനെ വിട്ടിട്ട് അന്വേഷിക്കണം whether I have violated that rule or if I have made any misconduct. ഞാൻ എന്തെങ്കിലും മിസ്കണ്ടക്ട് ചെയ്തോ, ഞാൻ എന്തെങ്കിലും ലോ വയലേറ്റ് ചെയ്തോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടി. മാത്രമല്ല, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ തെറ്റിന്റെ, ഞാൻ ചെയ്ത മിസ്കണ്ടക്റ്റിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട്, ഗൗരവം എത്രത്തോളം ഉണ്ട്, ഇത് കൺവേ ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ അക്കോർഡിംഗ് ടു ദാറ്റ് സിവിയറിറ്റി ഓഫ് ദ മിസ്കണ്ടക്ട്, ഞാൻ ലംഘിച്ച ആ നിയമത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് ഇൻവെസ്റ്റിഗേറ്റർക്ക് എന്ത് ചെയ്യാം? ഐദർ ദേ ക്യാൻ വാൺ, വളരെ സിമ്പിൾ ആയിട്ടുള്ള വല്ല തെറ്റൊക്കെ ആണെങ്കിൽ ഒന്ന് വാണിംഗ് കൊടുക്കാം അല്ലെ, അല്ലെങ്കിൽ they can provide a charge sheet. കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള തെറ്റാണ് ചെയ്തെങ്കിൽ എനിക്കെതിരെ ഒരു ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യാം. ആ എന്താ പറയാ, ഇന്ന് നീ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ചാർജ് ഷീറ്റ് ഫയൽ നമുക്ക് വേണ്ടി തരാം. അതൊക്കെ ചെറിയ തെറ്റാണ്. അതല്ല, വലിയ തെറ്റാണ് ചെയ്തതെങ്കിൽ they can take strict actions. വളരെ നിർബന്ധമായിട്ടുള്ള ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എന്ത് ചെയ്യാം, നമുക്കെതിരെ എടുക്കാൻ പറ്റും ഇൻവെസ്റ്റിഗേറ്റർക്ക് ഇൻ ദ ഫോം ഓഫ്, അത് ഏതൊക്കെ രീതിയിലാകാം, ഡിസ്മിസലോ അല്ലെങ്കിൽ ടെർമിനേഷനോ. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പിരിച്ചുവിടല്. ഇവിടെ ജോലിക്ക് നിൽക്കണ്ട കേട്ടോ. അതൊക്കെ ഭയങ്കര തീവ്രമായ തെറ്റുകളൊക്കെ ചെയ്യുന്നവരെയാണ് അങ്ങനെ ചെയ്യാം. നിസ്സാരമായിട്ട് ഒരു ദിവസം ഇന്ന് നേരം വൈകി 10 മിനിറ്റ് വൈകി വന്നു എന്ന് പറഞ്ഞിട്ട് ഇനി നാളെ വരണ്ട, അങ്ങനെയൊന്നും പറയില്ല. അത് ഓർഗനൈസേഷൻസ് അങ്ങനെ മാനേജ്മെന്റ് ഒന്നും അറിയിക്കില്ല. പക്ഷെ ഇങ്ങനെ അത് തീവ്രതയുടെ അടിസ്ഥാനത്തിലാണ് അത്തരം എന്ത് ചെയ്യുന്നത്, പണിഷ്മെന്റുകൾ കൊടുക്കുന്നത്. അപ്പൊ പണിഷ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിനു ശേഷം അത് അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് സിവിയറിറ്റി ഓഫ് ദ വയലേഷൻ. എന്ത് നിയമമാണോ തെറ്റിച്ച് അല്ലെങ്കിൽ ലംഘിച്ച് അതിന്റെ തീവ്രത അനുസരിച്ച് വാർണിംഗ് കൊടുക്കാം, ചാർജ് ഷീറ്റ് കൊടുക്കാം. ഐദർ ക്യാൻ ബി ടെർമിനേറ്റഡ് ഫ്രം ദ സർവീസ്, സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതിലേക്ക് വരെ പോകുന്ന തെറ്റുകളും എംപ്ലോയീസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഒന്നാമത്തെ പോയിന്റ്, സിമ്പിൾ സാധനമാണ് എഴുതിയേക്കണേ, വളരെ സിമ്പിൾ ആണ്. ഇത് കൂടുതൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു സെന്റൻസുകളെ വ്യാഖ്യാനിക്കാൻ കൂടി പറ്റില്ല. ഓക്കെ, സിമ്പിൾ ആണ്. അപ്പൊ ഡിസിപ്ലിനറി പ്രൊസീജിയറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് പ്രിലിമിനറി ആക്ഷൻ. ആൻഡ് യു ഹാവ് ടു അണ്ടർലൈൻ, സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത് പറയാം. നോ ഡിസിപ്ലിനറി ആക്ഷൻ, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. നെക്സ്റ്റ്, the main aim of this preliminary action എന്ന് പറയുന്ന മൂന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. മൂന്നാമത്തെ സെന്റൻസ്, the main aim എന്ന് പറയുന്നത് അവിടെ തുടങ്ങി വയലേഷൻ വരെ. അടുത്ത സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് സിവിയറിറ്റി ഓഫ് വയലേഷൻ, വയലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു നിയമത്തിന്റെ തീവ്രത മനസ്സിലാക്കി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് എന്ത് ചെയ്യാം? വാർണിംഗ് കൊടുക്കാം, ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യാം.
അതൊക്കെ ചെറിയ തെറ്റാണെങ്കിൽ, മൈനർ തെറ്റുകളാണെങ്കിൽ. അതേസമയം വലിയ തെറ്റുകളാണെങ്കിൽ, മേജർ ആയിട്ടുള്ള തെറ്റുകളാണ്, വയലേഷൻസ് ആണ് നമ്മൾ നടത്തിയിരിക്കുന്നതെങ്കിൽ ടെർമിനേഷൻ എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ വലിയ ഒന്നുമില്ല അല്ലെ, പിരിച്ചുവിടുന്നത് വരെ, ജോലിയിൽ നിന്നും എടുത്തു കളയുന്നത് വരെ ഉള്ളതിലേക്ക് നിയമങ്ങൾ പോകും. കിട്ടിയോ? 3 സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? ഫസ്റ്റ് സെന്റൻസ് ദ മെയിൻ എയിം എന്ന് പറയുന്ന സെന്റൻസ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിവിയറിറ്റി, ഡിഗ്രി ഓഫ് സിവിയറിറ്റി ഓഫ് വയലേഷൻ എന്ന് പറയുന്ന സെന്റൻസ്. അങ്ങനെ 3 സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ നോക്ക്. യെസ്, രണ്ടാമത് പറഞ്ഞോട്ടെ. യെസ്, സെക്കൻഡ് വൺ ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ്. ഇനി രണ്ടാമത്തേതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞു ചെറിയ കുഞ്ഞു തെറ്റൊക്കെ ആണെങ്കിലും ഒന്ന് വാൺ ചെയ്തേ, നാളെ തുടങ്ങി പറ്റില്ല, നേരത്തെ വന്നോളാം, നേരത്തെ വന്നോളാം, 5 മിനിറ്റ് വൈകിയ വന്നേക്കണേ, കണ്ടോ? അത് കുഞ്ഞു തെറ്റ്, 5 മിനിറ്റ് വൈകി എന്നുള്ളത് ഒരു കുഞ്ഞു തെറ്റാണ്, മൈനർ ആയിട്ടുള്ള ഇതാണ്. അപ്പൊ ഡിസിപ്ലിനറി ആക്ഷൻ തെറ്റിച്ചതിന്റെ ഒരെണ്ണം എക്സാമ്പിൾ ആണ്, ചെറിയ ഒരു സമയ വ്യത്യാസത്തിന് ജോലിക്ക് വരുന്നു. അപ്പൊ അതൊക്കെ വാണിങ്ങിലൂടെ മാത്രം മതി. അങ്ങനെ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടൊക്കെ വേഗം കൂടെ ചാർജ് ഷീറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തേത് നമ്മൾ പറയുന്നത് ഇഷ്യൂ ഓഫ് ചാർജ് ഷീറ്റ് ആണ്. എന്താണ് ഈ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്? വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഷോ കേസ് കോസ്റ്റ് നോട്ടീസ് ആണ്. ഷോ കോസ്റ്റ് നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ് ആണ്. എന്തിന്റെ കാരണം? That means what the employee has made the mistake, എന്ത് മിസ്കണ്ടക്ട് ആ ചെയ്തേ എന്ന് വിശദീകരിക്കുന്നത്. മാത്രമല്ല അതിന് എന്തെങ്കിലും റീസൺ, അതൊക്കെ ഒരു റിട്ടേൺ ഫോമിൽ എഴുതി കൊടുക്കുന്നത്. മനസ്സിലായി? അതിനെയാണ് നമ്മൾ ഷോ കോസ്റ്റ് നോട്ടീസ് എന്ന് വിളിക്കുക. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും എന്ത് നിയമമാണ് തെറ്റിച്ചത്, ആൻഡ് ദ റീസൺ ഫോർ മിസ്കണ്ടക്ട്, ഇന്ന കാരണം കൊണ്ടാണ് ഈ നിയമം തെറ്റിച്ചു എന്നുള്ളതൊക്കെ കാണിക്കുന്ന എഴുതി തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്റ് രൂപത്തിൽ എഴുതി തയ്യാറാക്കിയ ഒരു ഫോം, അതിനെയാണ് നമ്മൾ ഷോ കോസ്റ്റ് നോട്ടീസ്. അത്തരം ഷോ കോസ്റ്റ് നോട്ടീസിനെയാണ് ചാർജ് ഷീറ്റ് എന്ന് പറയുക. ഇന്ന ഡേറ്റില് നീ ഇന്ന ദിവസം ഇന്നൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നതാണ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിശദമായിട്ടൊക്കെ എഴുതി ഒരു റിട്ടേൺ ഫോമിൽ കൊണ്ടുപോയി ആൾക്ക് കൊടുക്കുക. അതാണ് ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താണ് ചാർജ് ഷീറ്റ് എന്ന്? ചാർജ് ഷീറ്റ് എന്താണെന്ന് ഇമ്പോർട്ടന്റ് ആണ്. ആ റിട്ടേൺ ഫോം വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഫസ്റ്റ് സെന്റൻസ് തുടങ്ങി. ഇനി ഈ പ്രിലിമിനറി എന്താ പറയാ ഇൻവെസ്റ്റിഗേഷൻ വെൻ ഇറ്റ് ഈസ് ഡൺ ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ. ഇൻവെസ്റ്റിഗേറ്റർ ആണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അത് നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിലാകും വെദർ ദ എംപ്ലോയി ഹാസ് ഡൺ ദ മിസ്റ്റേക്ക്. അത്തരം മിസ്കണ്ടക്ട് എന്താ പറയാ എംപ്ലോയി ചെയ്തോ, ഈ എംപ്ലോയി തന്നെയാണോ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുമല്ലോ. അങ്ങനെ വരുമ്പോ ഇൻവെസ്റ്റിഗേറ്റർ ക്യാൻ ഫോർമുലേറ്റ് ദിസ് ചാർജ് ഷീറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് അത് മനസ്സിലാക്കി കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത നടപടി ഇൻവെസ്റ്റിഗേറ്റർ ചെയ്യേണ്ടത് ആൾക്കെതിരെയുള്ള ചാർജ് ഷീറ്റ് എത്രയും പെട്ടെന്ന് തയ്യാറാക്കുക. നാളത്തേക്കോ മറ്റന്നാളത്തേക്കും ചെയ്യരുത്. അതെ, അന്വേഷിച്ചു കണ്ടെത്തി, അപ്പൊ ആള് ശരിയാണ്, തെറ്റ് ചെയ്തിട്ടുണ്ട്, ആള് ആ ഒരു നിയമം തെറ്റിച്ചിട്ടുണ്ട്, അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റിഗേഷനിലൂടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ആരോടെങ്കിലും പറഞ്ഞിട്ടല്ല, അത് പല രീതിയിലും അന്വേഷിച്ച് കാര്യം കണ്ടെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കണം. കാരണം എന്താണെന്നറിയോ, ഇതൊരു പണിഷ്മെന്റ് അല്ല, ശരിക്കും ഇതൊരു വാർണിംഗ് ലെറ്റർ ആണ്. അത് ആൾക്ക് ആളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമല്ല, ആ മിസ്റ്റേക്ക് വരുത്തിയത് കൊണ്ട്, അത്തരം ഒരു റൂള് വയലേറ്റ് ചെയ്തതുകൊണ്ട് അതിന്റെ ആഫ്റ്റർ ഇഫക്ട്, അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ആളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചാർജ് ഷീറ്റ് കൊടുക്കുന്നത്. മനസ്സിലായോ? ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശമുള്ളൂ ആർക്ക് പണിഷ് ചെയ്യുക എന്നുള്ളതല്ല, ആളെ ശിക്ഷിക്കുന്നതിനേക്കാൾ ഉപരി ആ തെറ്റാണ് മനസ്സിലാക്കണം. തെറ്റാണ്, ഇത് ഞാൻ ചെയ്യില്ല. ആ ഒരു പണിഷ്മെന്റ് കൂടി കിട്ടുമ്പോ എന്റെ ഓർമ്മയിൽ എപ്പോഴും അതൊരു വാണിംഗ് ആയിട്ട് കിടക്കും. എന്താ, അന്ന് ഞാനത് ചെയ്തത് തെറ്റായി, സോ ഐ കനോട്ട് ഡു ഇറ്റ്, അല്ലെങ്കിൽ ഐ കനോട്ട് റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. ഞാനിത് വീണ്ടും ആവർത്തിക്കാൻ പാടില്ലാത്ത കാര്യമാണ്, അതുകൊണ്ടാണ് എനിക്ക് പണിഷ്മെന്റ് കിട്ടിയ, ചാർജ് ഷീറ്റ് കിട്ടി എന്നുള്ളത്. അപ്പൊ ആൾക്കൊരു ഓർമ്മ വരുമല്ലോ. സോ അവർക്ക് ആ ഒരു മിസ്റ്റേക്സ് പെട്ടെന്ന് മനസ്സിലാക്കാനും അത് ചെയ്യാതിരിക്കാനും ഒക്കെ ഒരു അലർട്ട്, ഒരു ബോധ്യപ്പെടുത്തൽ പോലെ പുള്ളിക്കാരന് മനസ്സിലാക്കി ഉണ്ടായിരിക്കും. ഇനി ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് കീപ് ഇൻ മൈൻഡ്, ഈ ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പണിഷ്മെന്റ്, ആപ്റ്റ്നെസ് ഓഫ് ദ പണിഷ്മെന്റ്, എങ്ങനെയുള്ള പണിഷ്മെന്റാ കൊടുക്കുന്നത്, ഏത് രീതിയിലുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത് എന്നുള്ളത്, അതായത് ഈ തെറ്റിന് ഈ ശിക്ഷയാണോ കൊടുക്കണ്ടേ, ആ ആപ്റ്റ്നെസ് കൂടി മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യാൻ. ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അപ്പൊ എനിക്കെതിരെ തരുന്ന ചാർജ് ഷീറ്റ് ഞാൻ ചെയ്ത തെറ്റിന് ഇക്വലന്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഒരു അന്യായമായ ഇത്രയും വലിയ ശിക്ഷ കൊടുക്കണോ എന്നുള്ള ചോദ്യം ആളുകളുടെ മനസ്സിൽ ഉദിക്കാൻ പാടില്ല. ആ രീതിയിൽ അപ്പൊ എത്രത്തോളം ആപ്റ്റ് ആണ് ആ ഒരു ശിക്ഷ എന്നുള്ളത് കൂടി മനസ്സിലാക്കി വേണം ദ ഇൻവെസ്റ്റിഗേറ്റർ ഹാവ് ടു പ്രൊവൈഡ് ദ ചാർജ് ഷീറ്റ് ഓർ ടു ഫ്രെയിം ദ ചാർജ് ഷീറ്റ്.
മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാമോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയോ എന്ന് വായിച്ചുകൂടി നോക്കിയിട്ട് പറയുക. ഓക്കെ, യെസ്, വേഗം വായിച്ചു നോക്കുന്നത് ഞാൻ പറയാം, ബാക്കി അണ്ടർലൈൻ ചെയ്യാനുണ്ടോന്ന്. വായിച്ചോ? എനി ഡൗട്ട്? ഇല്ലല്ലോ, പറഞ്ഞിട്ട് അടുത്തത്. ഓക്കെ, യെസ്. അടുത്ത പോയിന്റ് കൺസിഡറേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ. സി, അപ്പോ ഓരോ എംപ്ലോയീസിനും when they are making any misconduct or violating any rule, the preliminary investigator after investigating will provide a charge sheet. നമുക്കറിയാം, പ്രിലിമിനറി എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യും? ഒരു ചാർജ് ഷീറ്റ് അത്തരം എംപ്ലോയീസിന് കൊടുക്കും. ആ എംപ്ലോയീസിന് അത്തരം ചാർജ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചില കൺസിഡറേഷൻ ഉണ്ട്, ചില ആനുകൂല്യമുണ്ട്. എന്താണ് ആനുകൂല്യം? അപ്പൊ ഞാനിവിടെ എന്തെങ്കിലും ഒരു റൂള് വയലേറ്റ് ചെയ്തു. സോ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ ഞാൻ തെറ്റുകാരിയാണ്, ഓക്കെ, മനസ്സിലായി. അപ്പൊ ഇൻവെസ്റ്റിഗേറ്റർ എനിക്കൊരു ചാർജ് ഷീറ്റ് തരുന്നു. എന്നാൽ ചാർജ് ഷീറ്റ് കിട്ടിയ എനിക്ക് ഐ ഹാവ് ടു ബി ഗിവൺ സം കൺസിഡറേഷൻ. എനിക്ക് അതിനുള്ള ചില സാവകാശമോ ചില പരിഗണനയോ തരും. ആ പരിഗണനകൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് പറയാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ആക്സെപ്റ്റ് ദ ചാർജസ്. ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ, ഈ ചാർജസിൽ പറഞ്ഞേക്കണത് ഇന്ന കാര്യം നീ മിസ്കണ്ടക്ട് ചെയ്തു, അതിന് നിനക്ക് ഇന്നത് പനിഷ്മെന്റ് ആണ് എന്നുള്ളത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ. സബ്മിറ്റ്. ഇനി വേണമെങ്കിൽ ആ ചാർജ് ഷീറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആൾക്ക് തന്റേതായ ഭാഗം എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സാവകാശം ആൾക്ക് കൊടുത്തിരിക്കണം. സബ്മിറ്റ് ഹിസ് എക്സ്പ്ലനേഷൻ. ദാറ്റ് മീൻസ് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പരാതി പറഞ്ഞ ശരിയാണ്, തെറ്റ് ഞാൻ ചെയ്തതാണ്, പക്ഷേ ആ തെറ്റിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വയലേഷൻ ഞാൻ ചെയ്തതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള റീസൺ ഉണ്ടോ, ജെന്യുവൻ ആയിട്ടൊരു റീസൺ ഉണ്ടോ, എനിക്ക് വെദർ ഐ ക്യാൻ പ്രൊവൈഡ് എനി എക്സ്പ്ലനേഷൻ. ആ തെറ്റ് ഞാൻ ചെയ്തതിന് എനിക്ക് എന്തെങ്കിലും വിശദീകരണം തരാനുണ്ടെങ്കിൽ അതൊന്ന് കേൾക്കണം എന്ന് മനസ്സിലായ, അതിനുള്ള സാവകാശം തരണം എന്നാണ് പറഞ്ഞേക്കണേ. ആൻഡ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? മാനേജ്മെന്റിനോട് തന്നോട് കുറച്ച് ഇച്ചിരി ഒരു ലീനിയൻ മീൻസ് കൈൻഡ്, തന്നോട് ഇത്തിരി കൈൻഡ് ആണ്, ഒരു ദയ ഉണ്ടായിട്ട് എനിക്കൊരു എക്സ്പ്ലനേഷൻ, ഒരു സാവകാശം തരണം എന്ന് പറയാം മാനേജ്മെന്റിനോട്. എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം, അതെ ഞാൻ ശരിയാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു എക്സ്പ്ലനേഷൻ തരാനുള്ള ഒരു സാവകാശം തരുമോ, എന്നോട് കുറച്ച് ഒരു ദയ ഉണ്ടായിട്ട് അതൊന്ന് തരണം എന്ന് വേണമെങ്കിൽ എനിക്ക് എന്താ പറയാ ചെയ്യാം, റിക്വസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? സമയത്തിനുള്ളിൽ എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഇഫ് ഐ ഫെയിൽ ടു സബ്മിറ്റ് ദ എക്സ്പ്ലനേഷൻ, പക്ഷെ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന സമയത്തിനുള്ളിൽ ആ എംപ്ലോയി തന്റെ എക്സ്പ്ലനേഷൻ സബ്മിറ്റ് ചെയ്യാൻ ഫെയിൽ ആയാൽ, മാത്രമല്ല ആൾ കൊടുത്തിരിക്കുന്ന ആ എക്സ്പ്ലനേഷൻ വലിയ തൃപ്തികരമല്ല, വെറുതെ ആവശ്യമില്ലാത്ത മുടങ്ങ ന്യായം പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ ഈ തെറ്റ് ചെയ്തേ എന്ന് പറഞ്ഞു, അത് വളരെ എന്താ പറയാ ശക്തമായ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള റീസൺ ആയിട്ട് മാനേജ്മെന്റിന് തോന്നുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് എന്താണോ രീതിയിലുള്ള പണിഷ്മെന്റ് അതനുസരിച്ച് മാനേജ്മെന്റിന് ആ പണിഷ്മെന്റ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ അഡ്മിറ്റ് ചെയ്താൽ, ഞാൻ ചെയ്തിരിക്കുന്നു തെറ്റാണ് എന്നുള്ളത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻക്വയറി നടത്തിയ എൻക്വയറി ഓഫീസർ ആള് കണ്ടെത്തിയ റെക്കോർഡൊക്കെ പുള്ളി ഇങ്ങനെ അവിടെ ഇവിടെ അന്വേഷിച്ചൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും കുറെ ഫൈൻഡിങ്സ് ഒക്കെ, അതിന്റെ റെക്കോർഡ്സ് ഒക്കെ സൈൻ ചെയ്യണം. ആരെയും കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം? എംപ്ലോയിനെ കൊണ്ട് സൈൻ ചെയ്ത് ആളുടെ പ്രസൻസിൽ തന്നെ എന്ത് ചെയ്യുക? സൈൻ ചെയ്ത് വാങ്ങിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണ്, ഓക്കെ, എനിക്ക് ഇനി എക്സ്പ്ലനേഷൻ ഇത്രയാണ് തരാണ്ടായേ, അതിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിലും ഓക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു എന്റെ തെറ്റ് എന്ന് പറഞ്ഞ് ഞാനും അത് സൈൻ ചെയ്യുന്നു. അതിനെ കുറിച്ച് അന്വേഷണങ്ങൾ നടത്തിയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആളുടേതായ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇതിന് അതുപോലെ സൈൻ വെച്ച് വെക്കുന്നു. അതാണ് ആക്സെപ്റ്റ് ദ ചാർജസ്. അപ്പൊ ചാർജ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. അതെങ്ങനെ ചാർജ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? സൈൻ ചെയ്തിട്ടാണ്. ഓക്കെ, മനസ്സിലായോ? നോക്കിയേ,
ഒന്നാമത്തെ കൺസിഡറേഷൻ ഫോർ എക്സ്പ്ലനേഷൻ. മനസ്സിലായോ എന്ന് വായിച്ചു നോക്കുക. ലീനിയന്റിന്റെ സ്പെല്ലിംഗ് അല്ല സോറി മീനിങ് അറിയില്ലെങ്കിൽ ഒന്ന് അവിടെ എഴുതി വെച്ചേക്കാം. കൈൻഡ്, KIND, കൈൻഡ്. You can request management to be kind. എന്നോട് കുറച്ചുകൂടി ദയ തോന്നണം എന്നൊന്ന് റിക്വസ്റ്റ് ചെയ്യാം. കാരണം അത് വന്നുപോയി ഞാൻ ചെയ്തത് തെറ്റാണ്, അറിഞ്ഞുകൊണ്ടല്ല. അപ്പൊ അതിന് കാരണമുണ്ട്, ജെന്യുവൻ ആയിട്ടുള്ള റീസൺ ആണെങ്കിൽ ഞാൻ അത് തെളിയിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു സമയം ചോദിക്കാം. ചിലപ്പോൾ നാളെ ഞാൻ അതിനുള്ള എക്സ്പ്ലനേഷൻ തരാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് തരാം. പക്ഷെ ആ പറഞ്ഞ് അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മൾ ആ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ തയ്യാറായിരിക്കണം. അല്ല നമ്മൾ സമർപ്പിച്ച എക്സ്പ്ലനേഷൻ മാനേജ്മെന്റിന് തൃപ്തികരമായില്ല, അതൊക്കെ നമ്മൾ മുട്ടായിരിക്കുകയാണല്ലോ, ഇതൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള ഒരു മൈൻഡായിട്ട് മാനേജ്മെന്റിന് തോന്നുകയാണെങ്കിൽ ഓക്കെ, നമ്മളെ ആ ചാർജ് ഷീറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു. കേട്ടല്ലോ? മനസ്സിലായില്ല എല്ലാവർക്കും? അതിൽ ഈ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. ഓൺ ദ ബേസിസ് ഓഫ് ചാർജസ് അഡ്മിറ്റഡ് ദ എൻക്വയറി ഓഫീസർ മസ്റ്റ് റെക്കോർഡ് ഫൈൻഡിങ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ എംപ്ലോയി ആൻഡ് ഡ്യൂലി സൈൻഡ് ബൈ ഹിം. ആളുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ആ ചാർജ് ഷീറ്റ് ഒപ്പിടുകയും ആളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് കറക്റ്റ് ആയിട്ട് കണ്ടെത്തിയ കണ്ടെത്തലുകളൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം, എഴുതി വെക്കണം. പിന്നീട് പറയും ഇതൊന്നും എന്റെ അല്ല, ഞാൻ ചെയ്തത് തെറ്റല്ല, ഇവിടെ തെളിവുണ്ടോ എന്നൊക്കെ അവർ വന്ന് പിന്നീട് വന്ന് ചോദിച്ചാലോ. അതുകൊണ്ടെല്ലാം തെളിവിന് വേണ്ടി റെക്കോർഡ്സ് ആയിരിക്കണം. ക്ലിയർ ആയോ? പറഞ്ഞോട്ടെ. അടുത്ത പോയിന്റ്, രണ്ടാമത്തെ കൺസിഡറേഷനിൽ വരുന്ന രണ്ടാമത്തെ പോയിന്റ് ആണ് റിഫ്യൂസ് ദ ചാർജസ്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? റിഫ്യൂസ് ചെയ്യാം, നിരസിക്കാം. ദാറ്റ് മീൻസ് ഈ ചാർജ് ഞാൻ ചെയ്തതല്ല, അതായത് എനിക്ക് എന്താ പറയാ ഈ ഒരു തെറ്റ് ഞാൻ ചെയ്തതല്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് റിഫ്യൂസ് ചെയ്യാം ആ ഒരു ചാർജ് ഷീറ്റ്. അതായത് എംപ്ലോയി ക്യാൻ സബ്മിറ്റ് ഹിസ് എക്സ്പ്ലനേഷൻ റിഫ്യൂസിങ് ദ ചാർജ്. എന്നെ ചുമത്തിയിരിക്കുന്ന ഈ ചാർജ് ഷീറ്റ് ഞാൻ നിരസിക്കുന്നു, എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഞാൻ ഇത് എന്ത് ചെയ്യുന്നു, റിഫ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ എംപ്ലോയിക്ക് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ വരുമ്പോ എൻക്വയറി ഓഫീസർ എന്ത് ചെയ്യണം? ഹാവ് ടു എൻക്വയർ ഫർദർ. വീണ്ടും ഒരു പുതിയ വേറൊരു അന്വേഷണത്തിൽ ഏർപ്പെടേണ്ടി വരും, വീണ്ടും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടി വരും. എന്തിനാ? ടു ഫൈൻഡ് ദ റിയൽ ഫാക്ട്സ്. ഇതിനാ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കണം. എന്റെ അടുത്ത് കൊണ്ടുവരാണ്, പറയേ ഇല്ല ഞാൻ മിസ്കണ്ടക്ട് ചെയ്തിട്ടില്ല, ഞാൻ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നിരസിക്കുകയാണ്. ഞാൻ നിരസിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറല്ല, ആ മിസ്കണ്ടക്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അതിന് എക്സ്പ്ലനേഷൻ ഞാൻ കൊടുക്കുന്നു, ഞാൻ വ്യക്തമായിട്ട് അതിന് ഇതാണ് എന്റെ തെളിവ് എന്ന് പറഞ്ഞ് വിശദീകരണം നൽകുന്നു. വിശദീകരണം നൽകി കഴിഞ്ഞപ്പോ കുഴപ്പമില്ല, അത് ശരിയാണല്ലോ ഇവർ പറയുന്നതനുസരിച്ച് എന്നൊരു തോന്നല് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് വന്നാൽ യു ഹാവ് ടു ഗോ ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അത് ആള് എന്ത് ചെയ്യണം? വേറെയും പുതിയതായിട്ട് കാര്യങ്ങൾ ഇനി അതുമായി ബന്ധപ്പെട്ട് വേറെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് വാസ്തവം എന്താണെന്ന് അറിയുന്നത് വരെ അത് അന്വേഷണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് റിഫ്യൂസ് ദ ചാർജസ്. ക്ലിയർ ആയോ? ആ സെന്റൻസ് ഒന്ന് ഫുള്ളും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, 2 സെന്റൻസും. ഇൻ കേസ് ഓഫ് റിഫ്യൂസൽ തുടങ്ങി റിയൽ ഫാക്ട്സ് വരെ 2 സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ബോൾഡ് ആയിട്ടിരിക്കുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത് കൂടാതെ വേറെ പറയുമ്പോൾ അതും കൂടി അണ്ടർലൈൻ ചെയ്യാം. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? കൺസിഡറേഷൻ ഓഫ് എക്സ്പ്ലനേഷൻ വേണ്ടിയിട്ടുള്ള കൺസിഡറേഷനിൽ മൂന്നാമത്തെ പോയിന്റ്, ആസ്ക് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ടൈം. ചിലപ്പോ സംടൈംസ് എംപ്ലോയീസ് കനോട്ട് സബ്മിറ്റ് എക്സ്പ്ലനേഷൻ വിതിൻ ടൈം. പറഞ്ഞ സമയത്തിന് ഇപ്പൊ 1 ദിവസം തരുമോ 2 ദിവസം, ആ സമയത്തിനുള്ളിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എംപ്ലോയീസിന് പറ്റില്ല എങ്കിൽ ഹി ക്യാൻ ആസ്ക് ഓർ റിക്വസ്റ്റ് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ടൈം. എനിക്ക് 2 ദിവസം കൂടി തരണം, കുറച്ചും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്ന സമയം, ഇത് പറ്റില്ല, എനിക്ക് കുറച്ചും കൂടി സമയം എടുത്താലേ കാര്യങ്ങൾ വിശദീകരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ സമയം അവർക്ക് അനുവദിച്ചു കൊടുക്കണം. കാരണം എന്തെങ്കിലും ഒരു സമയം കൊടുക്കാഞ്ഞിട്ടോ ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് തെറ്റല്ല, അതായത് തെറ്റുകാരനല്ലാത്ത ഒരാളുടെ മേല് കുറെ തെറ്റും ചുമത്തി ആൾക്ക് വലിയൊരു പണിഷ്മെന്റും കൊടുത്തു കഴിഞ്ഞിട്ട് കൊടുത്ത പണിഷ്മെന്റിനെ തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പൊ അത് കൊടുക്കുന്നതിന് മുമ്പ് മാക്സിമം അവർക്ക് ആ എന്താ പറയാ എന്തെങ്കിലും പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് they have to know whether that employee is എന്താ പറയാ has violated any rule or made any misconduct. ഏതെങ്കിലും മിസ്കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ, ലോ തെറ്റിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമായി ആ ഒരു ഉത്തരത്തിലേക്ക് എത്തുക. എന്നിട്ട് മാത്രം അവർക്ക് പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. അല്ലാതെ പണിഷ്മെന്റ് എല്ലാം മര്യാദയ്ക്ക് അന്വേഷിക്കാതെ ചോദിക്കാതെ പറയാതെ പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്താൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല അല്ലെ.
കൊടുത്ത ഈ പണിഷ്മെന്റ് നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റില്ല. എല്ലാം വാങ്ങി കൂട്ടി ചെയ്യേണ്ട ശിക്ഷയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അവസാനം പറയണോ അയ്യോ അയാൾ തെറ്റുകാരനല്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുണ്ട്? അത് പാടില്ലല്ലോ. സോ അതുകൊണ്ട് ഇഫ് ദേ ആസ്ക് ഫോർ എനി എക്സ്റ്റൻഷൻ ഓഫ് ടൈം, എംപ്ലോയീസ് അങ്ങനെ എന്തെങ്കിലും സമയം ഇച്ചിരി കൂടി തരണം എക്സ്പ്ലനേഷൻ വേണ്ടി എന്ന് ചോദിച്ചാൽ ആ ഒരു സമയം അവർക്ക് അനുവദിച്ചു കൊടുക്കണം ഇഫ് പോസിബിൾ എന്നാണ് പറഞ്ഞേക്കണേ. ആസ്ക് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ടൈം. ക്ലിയർ ആയോ? പോയിന്റ് മനസ്സിലായോ? മനസ്സിലായ? യെസ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ഈ കൺസിഡറേഷനകത്തെ എന്താ പറയാ അടുത്ത പോയിന്റ് ആണ് ഏതാണ്? ഫെയിൽ ടു സബ്മിറ്റ് ദ എക്സ്പ്ലനേഷൻ. അപ്പൊ നമ്മള് എന്താ പറയാ ആദ്യത്തെ കേസിൽ നമ്മുടെ എംപ്ലോയി ചാർജ് അഗെയിൻസ്റ്റ് നമുക്ക് തരുന്ന ചാർജ് ആക്സെപ്റ്റ് ചെയ്യുന്നു, അത് സ്വീകരിക്കാം, എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തു, പക്ഷെ അതൊന്നും ശരിയായില്ല. ശരി, ഓക്കെ, ഞാനിത് തെറ്റാണ് എന്നുള്ളത് വിശദീകരണത്തിലൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ആ തെറ്റ് നമ്മൾ സമ്മതിക്കുന്നു, ഏറ്റുവാങ്ങുന്നു, ഒപ്പിട്ട് സ്വീകരിക്കുന്നു. അത്. രണ്ടാമത്തേത് റെഫ്യൂസ് ദ ചാർജ് ആണ്. റെഫ്യൂസ് ചെയ്യുന്നു, ഇല്ല ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആളത് സൈൻ ചെയ്യാതെ മാറി നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എൻക്വയറി ഓഫീസർ വീണ്ടും ഒരു എൻക്വയറി നടത്തി അതിന്റെ റിയൽ ഫാക്ട് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. അതേസമയം എംപ്ലോയി ഏതെങ്കിലും രീതിയിൽ ഒരു എക്സ്റ്റൻഷൻ ഓഫ് ടൈം എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കുറച്ചുകൂടി സമയം വീട്ടിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റുമെങ്കിൽ പ്രൊവൈഡ് ചെയ്യണം. അതല്ലെങ്കിൽ ഹി ഫെയിൽസ് ടു സബ്മിറ്റ് എക്സ്പ്ലനേഷൻ, ഈ എക്സ്റ്റെൻഡ് ചെയ്തും സമയമൊക്കെ കൊടുത്തിട്ടും പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ എക്സ്പ്ലനേഷൻ നമ്മുടെ എംപ്ലോയി മിസ്കണ്ടക്ട് ചെയ്ത എംപ്ലോയി കൊടുത്തിട്ടില്ല, ഇഫ് ഹി ഫെയിൽസ് ടു സബ്മിറ്റ് ഹിസ് എക്സ്പ്ലനേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് ക്യാൻ ടേക്ക് എനി ആക്ഷൻ അഗൈൻസ്റ്റ് ദാറ്റ് എംപ്ലോയി. എംപ്ലോയിയുടെ പേരിൽ എന്ത് ചെയ്യാം? എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാം. സമയം കൊടുത്തിട്ടുണ്ട്, ആ സമയത്തിനുള്ളിൽ തീർക്കണം. എക്സ്റ്റൻഷൻ ഓഫ് ടൈം വേണം, കുഴപ്പമില്ല, 2 ദിവസം കൂടി എടുത്തോ, എന്നാലെങ്കിലും നിന്റെ വിശദീകരണം ഇവിടെ വേണം. അതും കിട്ടി, പക്ഷെ എന്നിട്ടും വിശദീകരണത്തിന് ഒരർത്ഥമില്ല, വിശദീകരണം പൂർത്തിയായിട്ടില്ല എങ്കിൽ മാനേജ്മെന്റിന് എന്ത് നടപടി വേണമെങ്കിലും അത്തരം എംപ്ലോയീസിന്റെ പേരിൽ സ്വീകരിക്കാവുന്നതാണ്. അതാണ് ലാസ്റ്റ് പോയിന്റ്. ക്ലിയർ ആയോ? ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇഫ് ആൻ എംപ്ലോയി ഫെയിൽസ് ഇൻ സബ്മിറ്റിംഗ് ഹിസ് എക്സ്പ്ലനേഷൻ ദ മാനേജ്മെന്റ് ക്യാൻ ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് ദാറ്റ് എംപ്ലോയി എന്നുള്ള സെന്റൻസ്. ചെയ്തോ? അണ്ടർലൈൻ ചെയ്തോ? യെസ്. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങിയത് ഇവിടെ നിന്നാണ്. അടുത്ത പോയിന്റിലേക്ക് പോകുന്നില്ല, പിന്നെ ഓടിച്ചിട്ട് പറയേണ്ടി വരും, അതിന്റെ ആവശ്യമില്ല. അടുത്ത ദിവസം നമുക്ക് അതിന്റെ ബാക്കി അടുത്ത പോയിന്റിലേക്ക് പോകാം. അപ്പൊ റെഡ് ഹാർട്ട് സ്റ്റൗ റൂളും ആ റെഡ് ഹാർട്ട് സ്റ്റൗ റൂൾ ബേസ് ചെയ്തിരിക്കുന്ന 4 പ്രിൻസിപ്പിൾസും നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് എംപ്ലോയീസിന്റെ ഡിസിപ്ലിനറി ആക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് മൈക്കൽ ജെ ജൂസിയസ് കൊടുത്തിരിക്കുന്ന ഡിസിപ്ലിനറി ആക്ഷൻ ഒരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആ ഡിസിപ്ലിനറി പ്രൊസീജിയറിൽ വരുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ആണ് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തേത് പ്രിലിമിനറി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. രണ്ടാമത്തേത് ഇഷ്യൂ ഓഫ് ചാർജ് ഷീറ്റ് ആണ്. ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൺസിഡറേഷൻ ഓഫ് എക്സ്പ്ലനേഷൻ, ചാർജ് ഷീറ്റ് കിട്ടിയ എംപ്ലോയിക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുക്കാനെങ്കിൽ അതിനൊരു കൺസിഡറേഷൻ. ആ കൺസിഡറേഷനിൽ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ടത് അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അവരത് റിഫ്യൂസ് ചെയ്യുകയാണോ, അവർ എക്സ്റ്റൻഷൻ ഓഫ് ടൈം ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവര് എക്സ്പ്ലനേഷന് ഫെയിൽ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് അതിനകത്ത് വരിക. അടുത്ത ഇനി ഒരു എന്താ പറയാ 9 പോയിന്റ് ആണ്. യെസ്, 9 പോയിന്റ് ആണ്. ബാക്കിയുള്ള പോയിന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇത്രയും വരെ നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടൊക്കെ വരിക കേട്ടാ. നോട്ടീസ് ഓഫ് എൻക്വയറി എന്ന് പറയുന്ന പോയിന്റോടെയാണ് നമുക്ക് എടുക്കാനുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, നന്നായി വായിച്ചു നോക്കിയിട്ട് വരണേ അടുത്ത ദിവസം. ഓക്കെ, ബൈ, താങ്ക് യു.